അഭിവന്യ ഹെറോദിയോസ് തിരുമേനിയും അഭിവന്യ നിക്കോദെമോസ് തിരുമേനിയും പ്രിയങ്കരായ അച്ഛന്മാരെയും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെ, സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ തിരുത്ത സുപ്രീം കോടതിയിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. സുപ്രീം കോടതി റിട്ടയർ ചെയ്തൊരു ജഡ്ജി ഇന്ത്യയിൽ എങ്ങും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. സീനിയർ ജഡ്ജ് എന്നാണ് ഉദ്ദേശിച്ചത്. നാക്കിൻ്റെ പിഴവ് വന്നതാണ്, ഞാൻ തിരുത്തിന്ന് മാത്രമേ. ഞാനിവിടെ കേരള ഹൈക്കോടതിയിലുണ്ടായിരുന്നു 10 വർഷം വക്കീലായിട്ട്, 10 കൊല്ലം ജഡ്ജായിട്ട്. പിന്നെ ഹിമാചൽ പ്രദേശിൽ പോയി ചീഫ് ജസ്റ്റിസായിട്ട്, അവിടെ സുപ്രീം കോടതിയിൽ പോയി 18 റിട്ടയർ ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ സ്വസ്ഥമായിട്ട് പണികളൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് YMCA എൻ്റെ തലയ്ക്ക് നട്ടപ്പുറ വന്നത്. ഒരു ആഗ്രഹമോ പ്രതീക്ഷയോ താല്പര്യമോ ഇല്ലായിരുന്ന സമയത്ത് അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് കണ്ടപ്പോഴാണ് ഐസക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ സാറേ, ഇവിടെ അഖില മലങ്കര പ്രാർത്ഥനാ യോഗം നടക്കുന്ന സാധനം എന്നൊരു പ്രഭാഷണം നടത്താമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ രാഷ്ട്രീയവും അരാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും മതപരവും ഒക്കെ ആയിട്ട് ഒരുപാട് കൺവെൻഷനുകളിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു പൊതുവേദിയിലെ ഉദ്ഘാടനമോ അധ്യക്ഷനോ ഒക്കെ ആവുന്നതിനേക്കായി ഒരു വചന പ്രഘോഷണം നടത്താനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെച്ച് ഡൽഹിയിൽ നിന്ന് ഐസക്ക് വിളിച്ച താല്പര്യം പ്രമാണിച്ച് ഒരു വചന പ്രഘോഷണത്തിനാണല്ലോ ഈ സഭ എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ വരാൻ സംഭവിച്ചു. ഡൽഹിയിൽ നിന്ന് അതിനു വേണ്ടിയാണ് ഞാൻ വന്നതും ഞാൻ ഡൽഹിക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പ്രാർത്ഥനാ കൂട്ടം. രണ്ടാമത്തെ കാരണം, ഇതൊരു വെറും വചന പ്രഘോഷണത്തിന് ഉള്ള ഒരു സമൂഹമല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദേവദാസ് തിരുമേനി ഇവിടെ പറഞ്ഞ മാതിരി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച പരിശുദ്ധാത്മാവിനെ എന്താണ് എന്ന് തൊട്ട് അനുഭവിച്ച് അറിഞ്ഞ് നിറവുള്ള പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കാർക്കും പ്രാർത്ഥിക്കാനും സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് വേണമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവില്ലാതെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന വ്യക്തി. ഈ അശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാൻ കഴിയും. അശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടണം, എൻ്റെ അസുഖം മാറണം, എനിക്ക് കാശ് കൂടുതൽ കിട്ടണം, എൻ്റെ വരുമാനം വർദ്ധിക്കണം, ഇത് മാത്രമായിരിക്കും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ നല്ല ദൈവമേ, നീ സർവശക്തനാണ് എന്നെനിക്കറിയാം. എൻ്റെ നല്ല ദൈവമേ, നീ സർവജ്ഞാനിയാണെന്ന് എനിക്കറിയാം. എൻ്റെ നല്ല ദൈവമേ, നീ സർവവ്യാപിയാണ് എന്നെനിക്കറിയാം. എൻ്റെ നല്ല ദൈവമേ, നീ സർവശക്തനായതുകൊണ്ട് എനിക്ക് അസാധ്യമായത് നിനക്ക് സാധ്യമാണ് എന്നെനിക്കറിയാം. നിനക്ക് സർവവും സാധ്യമാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ നല്ല ദൈവമേ, നീ എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ഏറ്റുപറയുന്നു. കാരണം ഞാൻ നിൻ്റെ മകനാണ്, ഞാൻ നിൻ്റെ മകളാണ്. ഒരു മകനോ മകളോ എന്നുള്ള നിലയ്ക്ക് ഒരു പിതാവിനും മക്കളെ കൈവിടാനാവില്ല എന്ന് നീ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാനായിട്ട്. ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാൻ. അപ്പം നിന്നെ ഞാൻ അപ്പ, പിതാവേ, ആബ എന്ന് ഞാൻ വിളിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ എന്നെ മകനോ മകളായോ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഒരപ്പനും ഒരു മകനെയോ മകളെയോ തള്ളിക്കളയാനാവില്ല. ഇത് ഏറ്റുപറയുന്നതാണ് പരിശുദ്ധാത്മാവിൽ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കുന്നത്. അതിനാൽ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതിനാൽ ദൈവമേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതിനാൽ ദൈവമേ നിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അതിനാൽ ദൈവമേ നീ എൻ്റെ സർവ അധികാരിയാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. നിന്നെ എൻ്റെ നാഥനും ദൈവവും കർത്താവും രാജാവും രക്ഷകനുമായിട്ട് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നു. എൻ്റെ അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയുക മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നീയാണ് എൻ്റെ രാജാവും നാഥനും കർത്താവും രാജാവും രക്ഷകനുമാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. അത് ഞാൻ നിൻ്റെ സമക്ഷം മാത്രമല്ല, ഈ ലോക സമക്ഷം ഞാൻ പ്രസംഗിക്കുന്നു. നിൻ്റെ മുമ്പിൽ നിന്ന് ഏറ്റുപറയാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ കച്ചവട സ്ഥലത്ത്, എൻ്റെ കോടതിയിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ രാഷ്ട്രീയത്തിൽ
ഇവിടെയെല്ലാം എൻ്റെ ദൈവം, എൻ്റെ നാഥൻ, എൻ്റെ രാജാവ്, എൻ്റെ രക്ഷകൻ, എൻ്റെ സർവവും എൻ്റെ യേശു ക്രിസ്തു ആണ് എന്ന് പറയുകയും ആ യേശു ക്രിസ്തുവിന് നിരക്കാത്തൊന്നും പറയാതിരിക്കുകയും ആ യേശു ക്രിസ്തുവിന് നിരക്കാത്തൊന്നും ചെയ്യാതിരിക്കുകയും ആ യേശു ക്രിസ്തുവിന് നിരക്കാത്തതിനൊന്നിലും ഇടപെടാതിരിക്കുകയും ആ യേശു ക്രിസ്തുവിന് നിരക്കുന്നതെല്ലാം ചെയ്യുകയും ആ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം പോലെ ഞാൻ ആയിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനാണ് ഈ സ്തുതിപ്പ്. ദൈവമേ, ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നത് തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് എപ്പോഴും പറയാനൊരു ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം, ദേവാലയത്തിൽ പോലും ഈ അശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് കർത്താവ് അവനെ ഓടിക്കുന്നത്. അപ്പോൾ ഈ അശുദ്ധാത്മാവിന് എവിടെയും ചെല്ലാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് നമ്മളെ കബളിപ്പിക്കാൻ പറ്റും. എങ്ങനെ? ദൈവത്തോട് ആവശ്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ആശ്വസിച്ച് മടങ്ങി പോകുന്നൊരു കപട ഭക്തനായിട്ട് എന്നെ അശുദ്ധാത്മാവിന് കൊണ്ടു നടക്കാൻ പറ്റും. നേരെ മറിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവത്തെ ആദ്യം സ്തുതിച്ച് വാഴ്ത്തി മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന നല്ല തമ്പുരാനെ, ഈ ആവശ്യങ്ങൾ നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ആവശ്യങ്ങൾ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു വ്യക്തി മാത്രമേ ഒരു പ്രാർത്ഥനക്കാരനാവുന്നുള്ളൂ, ഒരു യഥാർത്ഥ വിശ്വാസിയാവുന്നുള്ളൂ. നമുക്കിവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു: പ്രാർത്ഥന, വിശ്വാസം, സ്നേഹം, കരുതൽ. അത് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ 3 അടിസ്ഥാന തൂണുകളാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മ എന്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസം, അതുപോലെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വിശ്വാസം, സ്നേഹം, കരുതൽ, ഇവയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗിക്കുള്ളൂ. കാരണം നമ്മൾ അധികം കേൾക്കുന്നു എന്നുള്ളതല്ല, കേൾക്കുന്നതിനകത്ത് എന്തെങ്കിലും നമുക്കൊന്ന് സ്വാംശീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പം നമ്മുടെ ഒരു ഈ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രൊഫഷണൽ പ്രാർത്ഥന ആവുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചില്ലല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കടമയുടെ നിർവഹണമായിട്ട് ഞാൻ എൻ്റെ ഏത് പ്രാർത്ഥനയെയോ ബലിയർപ്പണത്തെയോ ഞാൻ കാണുന്നുവോ സമീപിക്കുന്നുവോ അത് അതിൽ തന്നെ അപക്വവും അപൂർണവുമാണ്. അത് അശുദ്ധാത്മാവിൻ്റെ ഒരു പ്രകടനമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു കടമ നിർവഹിക്കും. അപ്പോൾ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരിവിടെ ഉണ്ട്. ഞാൻ ഒരു 10,000-ലധികം കുടുംബ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തർക്കങ്ങളായിട്ട് വരുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രം ഇവിടെ പ്രസക്തമായിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ ഭാര്യയോട് ചോദിക്കും, ഈ ഭർത്താവിനെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ സൂക്ഷിച്ചുള്ള അന്ന് വാഗ്ദാനം ചെയ്തതല്ല ദൈവത്തിനുമ്പായ പരസ്പരം വാഗ്ദാനം ചെയ്തതാണ്. എൻ്റെ വിധി സാറേ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്? ഇതെൻ്റെ വിധിയായി കാണുമ്പോഴാണ് ഒരു കടപ്പാടിൻ്റെ പേരിൽ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത്. ഇതെൻ്റെ വിധിയായി കാണുമ്പോഴാണ് ഒരു കടപ്പാടിൻ്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത്. അവിടെ സ്നേഹം ഇല്ല. അവിടെ ഉള്ളത് ഒരു പ്രകടനം മാത്രമാണ്. ഈ പ്രകടനം കൊണ്ടുള്ള സ്നേഹം യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവല്ല, ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത 1, ഉപാധികളില്ലാതെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. 2, നമ്മൾ എന്തുമാത്രം മോശക്കാരാണെന്നുണ്ടെങ്കിലും തെറ്റുകാരാണെന്നുണ്ടെങ്കിലും ദൈവം എൻ്റെ പിന്നാലെ വരുന്നു. ഞാൻ ഓടിപ്പോയാലും എൻ്റെ പിന്നാലെ ഓടി വരുന്ന ദൈവം. ഞാൻ വിട്ടുപേക്ഷിച്ചാലും എന്നെ വിട്ടുപേക്ഷിക്കാത്ത ദൈവം. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിന് ഉണ്ടായിട്ട് പോലും എന്നെ കരുതുന്ന സ്നേഹം, എനിക്ക് വേണ്ടി വഴിക്കണ്ണുമായിട്ട് കാത്തിക്കുന്ന സ്നേഹം. കാരണം എന്നെങ്കിലും ഈ മകൻ മടങ്ങി വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എന്തിനാ കണ്ണിൽ എണ്ണ ഒഴിക്കും? നമ്മൾ മലയാളത്തിൽ കണ്ണിൽ എണ്ണ ഒഴിക്കും. എന്തിനാ കണ്ണിൽ എണ്ണ ഒഴിക്കുന്നത്? കണ്ണിൽ എണ്ണ ഒഴിക്കുന്നത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു അപ്പൻ്റെ രൂപമാണ് ദൈവത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം തന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഈ മകൻ, ചെളിക്കുഴിയിൽ കിടക്കുന്ന മകൻ എന്നെങ്കിലും എഴുന്നേറ്റ് തിരിച്ച് നടക്കും. എഴുന്നേക്കാതെ തിരിച്ച് നടക്കുന്നവർ നമുക്ക് പലർക്കും. അതുകൊണ്ട് എന്ത് പറ്റും? വീണ്ടും ഞാൻ കുഴിയിലേക്ക് വീഴും. എഴുന്നേറ്റ് എപ്പോഴാണ് എഴുന്നേക്കുന്നത്? സുവിശേഷത്തിൽ ഒരുപാട് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിടത്തൊക്കെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എഴുന്നേറ്റ്, ശമവൻ്റെ അമ്മായിയമ്മ എഴുന്നേറ്റ് ശുശ്രൂഷിച്ചു. അവിടുന്ന് നമ്മുടെ ബത്സേല എഴുന്നേറ്റ് കിടക്കെടുത്ത് പോയി.
അവിടെ മുടിയനായ പുത്രനെ കുറിച്ച് പറയുന്നുണ്ട്, കാരുണ്യവാനായ പിതാവിനെ കുറിച്ചാണ് അവിടെ പറയുന്നിടത്ത്. അവൻ എഴുന്നേറ്റ്, എവിടെ നിന്ന് എഴുന്നേക്കുന്നത്? തൻ്റെ തെറ്റിൽ നിന്നും, തൻ്റെ തെറ്റായ നടപടികളിൽ നിന്നും, തൻ്റെ തെറ്റായ ജീവിത രീതികളിൽ നിന്നും, തൻ്റെ തെറ്റായ പ്രബോധനങ്ങളിൽ നിന്നും അവൻ എഴുന്നേറ്റ് അവയെ എന്നേക്കുമായി ഉപേക്ഷിച്ച് ഉള്ള തിരിച്ചുവരവാണ്. ഈ തിരിച്ചുവരവിലെ ദൈവത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത വർഷം ഈ എഴുന്നേക്കാതെ വരുന്നവനെ ആര് സ്വീകരിക്കും? അശുദ്ധാത്മാവ് സ്വീകരിക്കും. വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു ലോലിപ്പോപ്പ് വരും, ഒരു ചെറിയൊരു ഒരു ഗിഫ്റ്റ് കിട്ടും, ഒരു ലോട്ടറി അടിക്കും, ഇതൊക്കെ കിട്ടും. അപ്പോഴും ദൈവത്തിലേക്ക് അടുക്കില്ല. ദൈവത്തിലേക്ക് അടുപ്പിക്കാതെ നമുക്ക് കൊച്ചു കൊച്ചു മിഠായി എന്ന് മാറ്റി നിർത്തുന്നവനാണ് ഈ അശുദ്ധാത്മാവ്. ദൈവത്തോട് ചേർത്ത് നിർത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഇത് നമ്മൾ തിരിച്ചറിയണം, എങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം 7-8 2 വചനങ്ങൾ നിങ്ങൾ ഹൃദയസ്ഥമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് ലേഖനം വീണ്ടും ഒന്നും കൂടെ ഞാൻ പറയും. 1-ാം അധ്യായത്തെക്കുറിച്ച് 4-ാമത്തെ അധ്യായത്തിൽ 7-8 അല്ല, ആദ്യത്തെ 7 അതല്ല, 7 പിശാചിനെ ചെറുത്ത് നിൽക്കുക, അവൻ ഓടിപ്പൊക്കോളും. 8 ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ശരിയല്ലേ? അപ്പോൾ ഇത് 2 കാര്യങ്ങളും മനസ്സിലാക്കണം. ഒന്ന്, പിശാചിനെ ഓടിച്ച് കളയാതെ നമ്മൾ ആർക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാനാവില്ല. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്. എന്താ ചോദ്യം? അവൻ്റെ ആഘോഷങ്ങളെ നീ പരിചയിക്കുന്നതാണ്. യാക്കോബിൽ ഓർത്തഡോക്സ് സഭയിൽ അങ്ങനെ തന്നെയല്ലേ, മലങ്കര സഭയിൽ അങ്ങനെ തന്നെയാണ്, എല്ലാ ക്രിസ്ത്യനും. കാരണം പിശാചിനെ അവൻ്റെ ആഘോഷങ്ങളോട് കൂടി ഉപേക്ഷിക്കാതെ ഒരാൾക്കും ഒരു ക്രിസ്തു അനുയായി ആയിരിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? പിശാചിൻ്റെ ആഘോഷങ്ങളും ദൈവത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും പരസ്പര വിരുദ്ധങ്ങളാണ്. അപ്പം യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നിൽക്കേണ്ട ഒരു വ്യക്തി പിശാചിൻ്റെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കേണ്ടവനാണ്, അതിൽ നിന്ന് മാറേണ്ടവനാണ്. പിശാചിൻ്റെ ആഘോഷങ്ങളിൽ നിന്നിട്ട് ഒരാൾക്കും ഒരിക്കലും നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പറ്റില്ല. ഒരു നല്ല ക്രിസ്ത്യാനി ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇരിക്കാൻ പറ്റില്ല. പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇരിക്കാം, ഒന്ന് കൂടി വന്ന് നമ്മൾ ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ച് മടങ്ങിപ്പോകും. നേരെ മറിച്ച് ഒരു പ്രാർത്ഥന തിരുമേനി പറഞ്ഞ ഒരു പ്രാർത്ഥനയുടെ അനുഭവം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവും, ആ നിറവ് നൽകുന്ന ഒരു അഭിഷേകവും, അത് ജീവിതത്തിൽ തിരുത്തലുകൾക്കും തിരുത്തി കുറിക്കലിനുമുള്ളൊരു വിളിയാണ്. ഈ തിരുത്തി കുറിക്കാൻ തയ്യാറാവാതെയും തിരുത്തലുകൾ നടത്താൻ തയ്യാറാവാതെയും ഇരിക്കുമ്പോൾ വീണ്ടും നമ്മൾ ആരായിട്ട് മാറും? ഒരു കപട ക്രിസ്ത്യാനായിട്ട് മാറും. നമുക്ക് ഇന്നുള്ള പ്രശ്നം മുഴുവൻ ഈ വിശ്വാസത്തിൻ്റെ വിശ്വാസ്യതയാണ്. മറക്കരുത്, ഈ വിശ്വാസത്തിൻ്റെ ക്രെഡിബിലിറ്റി ഓഫ് അവർ ഫെയ്ത്ത്, ഈ വിശ്വാസത്തിൻ്റെ വിശ്വാസ്യത ഒന്ന് വീണ്ടെടുക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഫെലോഷിപ്പ് നമ്മളിപ്പോൾ കൂടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. വിശ്വാസത്തിൻ്റെ വിശ്വാസ്യത. കാരണം ഈ വിശ്വാസം എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട്, രോഗം മാറാൻ, ജോലി കിട്ടാൻ, കല്യാണം നടക്കാൻ, പിന്നെ അങ്ങനെയൊക്കെ ഒരു ആവശ്യങ്ങളുടെ, നമ്മുടെ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയണം, അങ്ങനെ ഒരു ആവശ്യങ്ങളുടെ ഒരു ആഘോഷമായിട്ട് മാറി. അല്ല, അത് പിശാചിൻ്റെ ആഘോഷങ്ങളാണ്. അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് വേണം. കർത്താവ് പറയുന്നില്ലേ, കർത്താവ് നമ്മുടെ ഈ രോഗശാന്തി കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? അവളെ ഞാൻ കെട്ട് അഴിച്ച് വിടേണ്ടതില്ല എന്നാണോ എന്ന് വിചാരിക്കുന്നതെന്ന് ചോദിച്ചു. അവരോട് ചോദിച്ചു, എവിടെ നിന്നാണ് കെട്ടഴിച്ച് വിട്ട്? ദൈവത്തെ കാണാനും ദൈവത്തെ തിരിച്ചറിയാനും ദൈവത്തിൻ്റെ സർവശക്തി മനസ്സിലാക്കാൻ പറ്റാത്ത വിധം തടസ്സത്തിൽ നിൽക്കുന്ന രോഗത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, വേദനയിൽ നിന്നും, കഷ്ടപ്പാടിൽ നിന്നും അവിടെ നിന്നാണ് കെട്ടഴിച്ചത്. ആ കെട്ട അഴിക്കാതെ ഒരാൾക്കും ദൈവത്തിൽ. അപ്പോൾ നമ്മുടെ ഏത് കെട്ട അഴിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? മറക്കരുത്, ദാരിദ്ര്യം കർത്താവ് മാറ്റിത്തരുന്നത്, രോഗസൗഖ്യം കർത്താവ് തരുന്നത്, ദാമ്പത്യത്തിൽ നമുക്ക് ആ യോജിപ്പ് തരുന്നത്, നമുക്ക് നമ്മുടെ ലൗകിക കാര്യങ്ങൾ ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നടക്കാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും തിരിയാൻ, ദൈവത്തിൻ്റെ ശക്തി അറിയാൻ, ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളപ്പോൾ അതിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഇതാണ് എഴുന്നേക്കൽ. അപ്പോൾ
പിശാചിൻ്റെ അവൻ്റെ ആഘോഷങ്ങളും. ഈ ആഘോഷങ്ങളിൽ പെട്ടതാണ് ഒന്ന്, സുഖഭോഗങ്ങളോടുള്ള അതിര് കവിഞ്ഞ ആസക്തി. രണ്ട്, ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജീവിതം. മറക്കരുത്, ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാതെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതം. മൂന്ന്, ധൂർത്ത്. നാല്, നമ്മുടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള ഓട്ടം. അഞ്ച്, ദൈവത്തിൻ്റെ പ്രീതിയേക്കായി കൂടുതൽ മനുഷ്യൻ്റെ പ്രീതി, പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം. ഒരുപാടുണ്ട് അങ്ങനെ. ഇതെല്ലാം ദൈവത്തിന് നിരക്കാത്ത, പരിശുദ്ധാത്മാവ് നമുക്ക് തരാതെ, അതേസമയം നമുക്ക് അശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ നീട്ടിത്തരുന്ന ഈ ലോലി പോപ്പുകളാണ്, മിഠായികളാണ്. ഈ മിഠായിയുടെ സുഖം അനുഭവിച്ച് ജീവിക്കാൻ വളരെ സുഖമാണ്, ഒരു കുഴപ്പമില്ല. കാരണം അധികം അടുക്കുകയും വേണ്ട, ഇവിടെ പറയില്ലേ, അധികം അടുക്കാനും പോകണ്ട, അധികം അകലാനും പോകണ്ട. ഒരു മിനിമം ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഒരു ക്രിസ്ത്യാനിക്ക് ഇല്ല, ഒരിക്കലും ഇല്ല. ഒന്നുകിൽ അവൻ ദൈവത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ അവൻ പിശാചിൻ്റെ കൂടെ. ഒരു രണ്ട് വഞ്ചിയിലുള്ള കാല് ഒരിക്കലും ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. അത് ക്രിസ്ത്യാനിയുടെ കാപട്യമാണ്. ഈ കാപട്യത്തിൽ നിന്നാണ് നമ്മൾ മറികടക്കേണ്ടത്. അപ്പം നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് തന്നെ അംഗീകരിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഫ്ലാറ്റായിട്ട് വിടുന്നതാണ്. പത്രോസിനോട് ചോദിച്ച മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി എന്തായിരുന്നു? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി, പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? നീ എല്ലാം അറിയുന്നു. കാരണം ആദ്യം പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, രണ്ടാമത് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്കറിയാം, പിന്നെ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കണേ? എന്നാലും കർത്താവിന് അറിയായിരുന്നു. അതുകൊണ്ട് എന്താ ചോദിച്ചത്? നീ എന്നെ വീണ്ടും ചോദിച്ചു. കർത്താവ് അപ്പോൾ പത്രോസ് എന്തോടെ മൂന്നാം പ്രാവശ്യം ചോദിച്ചപ്പോൾ, 3 പ്രാവശ്യം നോ പറഞ്ഞ ആളാണുള്ളൂ. അതുകൊണ്ട് ആ 3 പ്രാവശ്യം തിരിച്ച്, അതുകൊണ്ടാണ് മൂന്നാം പ്രാവശ്യവും തിരിച്ചിട്ട് അവിടുന്ന് അടിവേരുൾപ്പെടെ പുറത്തെടുത്തിട്ട് പത്രോസിനോട് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിന് മുമ്പിൽ വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നൊരു വിളിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എല്ലാം അറിയുന്നു. നീ എല്ലാം അറിയുന്ന നിന്റെ മുമ്പിൽ നിന്നും ഇനി എനിക്ക് ഒളിച്ചോടാനാവില്ല എന്നും, നിന്നെ കളിപ്പിച്ചിട്ട് ഞാൻ ലോകത്തിൻ്റെ പിന്നാലെ പോവില്ല എന്നും, നിന്നെ വിട്ടിട്ട് എനിക്ക് ലോകത്തിൽ ഒന്നും വേണ്ട എന്നും ഉള്ളൊരു ഏറ്റുപറച്ചിലാണ് ആ മൂന്നാമത്തെ ഫോളിങ് ഫ്ലാറ്റായിട്ട് വരുന്നത്. നീ എല്ലാം അറിയും. അപ്പോൾ എല്ലാം അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഈ ദൈവം അറിയുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗിച്ചാലും ദൈവം അറിയുന്നുള്ളത് മറക്കരുത്. ദൈവം നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം, ദൈവം നമുക്ക് തന്നെ സ്വാതന്ത്ര്യം തന്നെ, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ഛായയിലും സാദൃശ്യത്തിലും, എൻ്റെയും നിൻ്റെയും ഛായയും സാദൃശ്യവും ദൈവത്തിൻ്റെതാണ്. എന്താ ദൈവത്തിൻ്റെ സാദൃശ്യം എന്നുള്ളത് പ്രത്യേകത? ദൈവത്തിൻ്റെ സാദൃശ്യം എന്നുള്ള പ്രത്യേകത ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ സർവ്വശക്തിയാണ്. 2, നിത്യതയാണ്. 3, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്നുള്ളത്. സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടാൽ എന്താണ്ടാവും? നമുക്കൊരു സെർവൻ്റായിട്ട് ദൈവം ഒരു മനുഷ്യനെയും സ്ലേവായി പോകും. ഒരു മനുഷ്യനെയും ദൈവം അടിമയാക്കാൻ ആഗ്രഹിച്ചില്ല. അടിമയ്ക്ക് എന്തില്ല? സ്വാതന്ത്ര്യമില്ല. എന്ത് സ്വാതന്ത്ര്യമില്ല? വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അടിമയ്ക്കില്ല. അടിമയ്ക്കുള്ളത് അനുസരണം, ബ്ലൈൻഡ് ഒബീഡിയൻസ്, അന്ധമായിട്ടുള്ള അനുസരണം മാത്രമേ ഉള്ളൂ. അതാണ് അടിമയുടെ പ്രത്യേകത. അപ്പം അടിമ ആക്കാതെ ദൈവം എന്ത് തീരുമാനിച്ചു? നിന്നെ ഞാൻ എൻ്റെ മകനും മകളുമായി എൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്ന എൻ്റെ അടയാളമായിട്ട് ഞാൻ നിനക്ക് നിത്യതയോടൊപ്പം നിത്യത സ്വീകരിക്കണമോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടെ നിനക്ക് തരുന്നു. ഫ്രീഡം ടു ചൂസ്. കാരണം നിന്റെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചിട്ടാണ് നിന്റെ വിളി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയാമെന്നത്, ഇതെൻ്റെ വിധിയല്ല, ഇതെൻ്റെ വിളിയാണ് എന്ന് ഏത് ഭാര്യ തൻ്റെ ഭർത്താവിനെക്കുറിച്ചും ഏത് ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ചും മനസ്സിലാക്കുന്നുവോ, എവിടെ മാതാപിതാക്കന്മാരെക്കുറിച്ചും മക്കൾ മനസ്സിലാക്കുന്നുവോ, എവിടെ നമ്മൾ വിളിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട, അയക്കപ്പെട്ട സ്ഥലത്ത് അപൂർണതകളുടെ മധ്യ ജീവിക്കുമ്പോൾ അവിടെയുള്ള അസ്വസ്ഥതകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവമേ ഇതെൻ്റെ വിധിയല്ല, ഇതെൻ്റെ വിളിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഒരു കംപ്ലീറ്റ് സറണ്ടർ നടത്താൻ കഴിയുന്ന, വിട്ടുകൊടുക്കാൻ കഴിയുന്ന, വിട്ടു വീഴാൻ കഴിയുന്ന, അല്ല വിട്ടുവീഴ്ച, വിടുകയും വീഴുകയും ചെയ്താണ് വിട്ടുവീഴ്ച. നമ്മൾ ഒരുപാട് പറയില്ല, തർക്കങ്ങളിലൊക്കെ പറയുന്നത് വിട്ടുവീഴ്ച. വിട്ടുവിട്ട അർത്ഥം, വിട്ടുവീഴ്ചയുടെ അർത്ഥം എന്താ? എൻ്റെ
പിടി ഞാൻ വിട്ടു, മനുഷ്യൻ്റെ പിടിയിൽ നിന്നും വിട്ടു. വീഴുന്നു. എവിടേക്ക് വീഴുന്നു? ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വീഴുന്നു. എൻ്റെ പിടി, ലോകത്തിൻ്റെ പിടി ഞാൻ വിട്ടിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ വീഴുന്നതാണ് വിട്ടുവീഴ്ച. നമ്മൾ കോംപ്രമൈസ് എന്നുള്ള ഇംഗ്ലീഷിൻ്റെ മലയാളം അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ഭാഷയിൽ വിട്ടുവീഴ്ച. ഞാൻ എൻ്റെ പിടി വിട്ടിട്ട് നിൻ്റെ കൈകളിലേക്ക് ഞാൻ എന്നെ വീഴുന്നതാണ് ഈ വിട്ടുവീഴ്ച. അങ്ങനെ ഒന്ന് വിടുകയും വീഴുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് പ്രാർത്ഥനയുടെ ആരംഭം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയാണ് പ്രാർത്ഥന കൂട്ടായ്മയാവുള്ളൂ. അല്ലാതെ ഞാൻ എന്നിൽ ആശ്രയിച്ചിട്ടും ഞാൻ എന്നിൽ എൻ്റെ പ്രാർത്ഥനകളുടെ ആ ഒരു പൂർണ്ണതയിലും പ്രാർത്ഥനകളുടെ ആ ഒരു ബലത്തിലും ഞാൻ എൻ്റെ ഒരു 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 നല്ല പ്രാർത്ഥനാക്കാരാണെന്ന് വിചാരിച്ചിട്ടും കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭയിൽ പറഞ്ഞിരുന്നത് അവർ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും ഭവനം തോറും എന്തൊക്കെയായിരുന്നു? പ്രാർത്ഥന, പ്രബോധനം, അപ്പം പൊരിക്കൽ എന്നിവയിൽ ഹൃദയലാളിത്യത്തോടും വിശുദ്ധിയോടും കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു 11 ഘടകങ്ങൾ അവിടെ പറഞ്ഞു പ്രാർത്ഥനയെക്കുറിച്ച്. എങ്ങനെയാണ് ഒരു പ്രാർത്ഥന കൂട്ടായ്മ എന്നുള്ളത്? ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നമുക്കുണ്ടാവേണ്ട എന്താ? അവർ താല്പര്യപൂർവ്വം ഏക മനസ്സോടെ പ്രാർത്ഥിക്കണം. ഏക മനസ്സെന്താ? നമുക്കൊരു ഏക മനസ്സെന്നുള്ള ദൈവം അവിടെ ഉദ്ദേശിക്കുന്ന ഏക മനസ്സിനൊരു അർത്ഥമുണ്ട്. ആ ഏക മനസ്സെന്ന് പറയുന്നത് ദൈവത്തെ പ്രതി നീ എന്നോട് കാണിക്കുന്ന സ്നേഹത്തെ പ്രതിയും നീ എന്നോട് കാണിക്കുന്ന കാര്യത്തെ പ്രതി, ദൈവത്തെ പ്രതി. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വീട്ടിലെ വഴക്കൂടുമ്പോൾ ദൈവത്തെ ഓർത്താൽ മിണ്ടാണ്ടിരിക്കാൻ പറയില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തെ ഓർത്താലേ നിനക്ക് നിന്റെ വായടയ്ക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ ഓർത്ത് ഒന്ന് ക്ഷമിക്കുക. എന്താ അർത്ഥം? ദൈവത്തെ ഓർത്താൽ മാത്രമേ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും. കാരണം നിന്റെ മാനസിക ശക്തിക്ക് അതീതമാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ക്ഷമിക്കാന്നുള്ളത്. പക്ഷെ നീ ദൈവത്തെ ഓർത്താൽ മാത്രം നിൽക്കാൻ സാധിക്കും. എങ്ങനെ ദൈവത്തെ ഓർക്കാൻ കാരണം ദൈവം നിന്നോട് ക്ഷമിച്ച അത്രയും ദൈവം ഇപ്പോൾ നീ അവനോട് ക്ഷമിക്കാൻ അവളോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നില്ല. സത്യസന്ധമായിട്ട് പ്രാർത്ഥന കൂട്ടായ്മ ആലോചിച്ച് നോക്കി. ഇവിടെ ഒരുപാട് പേരുടെ മനസ്സിൽ മറ്റുള്ളവരോട് സംസാരിക്കാത്തവരും മറ്റുള്ളവരുടെ മനസ്സിൽ വിരോധമോ വെറുപ്പുമോ കാത്തു സൂക്ഷിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കി. ദൈവം എന്നോട് കാരുണ്യപൂർവ്വം ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുമായിരുന്നു. ദൈവം എൻ്റെ അപരാധങ്ങൾ മറന്നില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ എത്താൻ കഴിയുമായിരുന്നു. ദൈവം എന്നെ അഗാധങ്ങളിൽ നിന്നും ഉയർത്തിയില്ലായിരുന്നെങ്കിൽ, എൻ്റെ തെറ്റുകളുടെ നേരെ കണ്ണടച്ചിട്ട് അവയെ വിട്ടുകൊടുത്തിട്ട് എന്നെ കൈപിടിച്ച് കൊണ്ടു നടത്തിയില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ എത്താൻ കഴിയുമായിരുന്നു. ജീവിതത്തിലല്ല, ഈ ഹോളിലല്ല, എന്നും എത്തില്ലായിരുന്നു. അപ്പം ദൈവത്തെ ഓർക്കാൻ പറയുന്നതിൻ്റെ കാര്യം ദൈവം എന്നോട് കാണിച്ച കരുണയെ ഓർക്കാനാണ്. ആ ദൈവം എന്നോട് കാണിച്ച കരുണയെ ഞാൻ ഓർക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കരുണയുടെ ഒരു കൈവഴി ഞാൻ ആയിത്തീർന്നേ പറ്റൂ. ആ ആയിത്തീരില്ലാതെ നമ്മൾ എവിടെ കൂടിയാലും അവിടെ ഏക മനസ്സില്ല, അവിടെ കൂട്ടായ്മയില്ല. അവിടെ ഉള്ളത് എന്താണെന്നറിയോ? അവിടെ കൂട്ടിക്കുഴക്കലും കൂട്ടിക്കിഴിക്കലുമാണ്. കൂട്ടിക്കുഴക്കലും കൂട്ടിക്കിഴിക്കലും കൂട്ടായ്മയിലല്ല. അതാണ് കൂട്ടായ്മയെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ പോണ് പ്രാർത്ഥനക്കാർ എല്ലാ ആഴ്ചയിലും പോകുന്നുണ്ട്. എന്താ കാര്യം? കയ്യിലിപ്പോൾ നമുക്കല്ലേ അറിയാവുള്ളൂ. ഇത് പറയുന്നതിൻ്റെ കാരണം എന്താ? ഈ ഏക മനസ്സില്ല. എന്താ ഏക മനസ്സ്? ദൈവം എന്നോട് കരുണ കാണിച്ചതുപോലെ ഞാനും ഹൃദയപൂർവ്വം കരുണ കാണിക്കണ്ടേ? മർക്കോസ് ലിയായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 11-ാമത്തെ അധ്യായം മർക്കോസ് 11:24. അതിനെ ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ ലഭിക്കുക തന്നെ നിങ്ങൾക്ക് ചെയ്യും. ലഭിക്കുക തന്നെ ചെയ്യും അല്ലേ? 11:24-21 അല്ലത് അല്ലേ? അതിനാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അടുത്ത വചനം വായിച്ചേ. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പിഴവുകളെ കുറയ്ക്കേണ്ടത്. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. ഞാൻ വായിക്കുന്ന ബൈബിൾ POC ബൈബിളാണ്. എൻ്റെ നാടൻ ഭാഷ പറയാം. ഇതൊരു ഈസ്റ്റേൺ ബിബ്ലിക്കൽ ലാംഗ്വേജ് ആണ്. എൻ്റെ ഭാഷയിൽ പറയാം. എന്നാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് വളരെ വിദ്യാഭ്യാസവും വളരെ പഠിപ്പുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുറിവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവുണ്ടായിരുന്നു. ആ ഉണങ്ങാത്ത മുറിവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പുരോഗതിയെ തടഞ്ഞ ഒരു വ്യക്തിയാണ്.
അപ്പോൾ ആ തടഞ്ഞ വ്യക്തിയോട് ഒരിക്കലും അദ്ദേഹത്തിന് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നോട് ഒരുപാട് പ്രാവശ്യം പറയും, പിന്നെ ഒരു ദിവസം പ്രാർത്ഥിക്കണം, സാറിന് പ്രാർത്ഥിക്കണോട്ടോ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഈ ആവശ്യമുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയും. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, ഈ 2 വചനം കൂട്ടി വായിക്കണം. ഈ 2 വചനം കൂട്ടി വായിക്കുന്നത് രണ്ടാമത്തെ 24 ആദ്യം വായിച്ചിട്ട് 25 ആദ്യം വായിച്ചിട്ട് വേണം 24 വായിക്കാൻ. അതെന്താ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചതുപോലെ നിങ്ങളും ഹൃദയപൂർവ്വം ക്ഷമിക്കുമേ. എന്നിട്ട് ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുന്നു, വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ? ഇതൊരു പ്രീ കണ്ടീഷനാണ്. ദൈവത്തെ അറിയുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തിൻ്റെ സർവശക്തിയിൽ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവനെ കൂടിയായിരിക്കണം. ആ ദൈവത്തിൻ്റെ കരുണ എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താ? നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനാണ്. ക്ഷമിക്കുന്ന ആരോടാണ്? ക്ഷമിക്കുന്നത് നമ്മളോട് തെറ്റിയതോട്. അല്ലാത്തവരോട് ക്ഷമിക്കേണ്ട ആരുണ്ട്? ഞാൻ ക്ഷമിച്ചേക്കണം, എല്ലാവരും. അത് കോടതിയിൽ മാപ്പാപേക്ഷ എഴുതി കൊടുക്കുന്ന ആളാണ്. നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജ് എൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ കൊല്ലം ഡിസ്ട്രിക്ട് ജഡ്ജ് ഇവിടെ ഇരിപ്പുണ്ട്. കോടതിയിൽ മാപ്പാപേക്ഷ എഴുതി കൊടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. മാപ്പാപേക്ഷ തന്നെ എഴുതി കൊടുക്കുകയുള്ളൂ, ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അവധിക്ക് അപേക്ഷയും മാപ്പാപേക്ഷ 2 അപേക്ഷകളും പ്രത്യേകിച്ച് ഒരു ബോധ്യമില്ലാതെ എഴുതി കൊടുക്കുന്നതാണ്. ഒരു രൂപയുടെ സ്റ്റാമ്പട്ടിക്ക് മാത്രം, ഇപ്പം 5 രൂപ എന്തുകൊണ്ട് അങ്ങനെ അതല്ല. ആ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ, ആ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാനുള്ള വാതിലും ജനലും. വാതിൽ എന്നുള്ള മലയാളം വാക്കിൻ്റെ അർത്ഥം എന്താ? വാ ഇതിലെന്നാണ്. പക്ഷേ ആ വാ ഇതിലെന്നുള്ള വാതിൽ അടച്ചു വെച്ചിട്ട് ദൈവമേ എന്നോട് കരുണ തോന്നണമേ, എനിക്ക് അത് തരണേ, ഇത് തരണേ, എന്നെ നോക്കണേ, സഹായിക്കണേ, കിട്ടില്ല. കാരണം ദൈവത്തിന് പ്രവേശിക്കാൻ ഈ വാതിൽ മാത്രമേ ഉള്ളൂ. ആ വാതിൽ എന്താ? ആ വാതിൽ ഞാൻ അടച്ചു വെച്ചിരിക്കുക. എന്താ അടച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ സഹോദരിയോട് ഞാൻ ക്ഷമിച്ചിട്ടില്ല. അവനോടുള്ള വെറുപ്പും അവരോടുള്ള വിരോധവും അവരോടുള്ള അസൂയയും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനോ അവൾക്കോ ഒരു ദോഷം വന്നു കഴിയുമ്പോൾ നന്നായി ഒരു കൊട്ട് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു. ഇത് പറയാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഒരു കൊട്ട് കിട്ടണം, ഒരു പാഠം പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. തീർന്നു, നമ്മുടെ പുണ്യം മുഴുവൻ തീർന്നു. നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നമ്മൾ ഡിസ്ക്വാളിഫൈഡായി ആ ഒറ്റ നിരീക്ഷണത്തിൽ. കാരണം എന്താ? നിന്റെ ശത്രുവിൻ്റെ പതനത്തിൽ നീ സന്തോഷിച്ചപ്പോൾ നിന്റെ ദൈവത്തെയാണ് നീ മറന്നത്. കാരണം നിന്നോട് ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിച്ചപ്പോൾ നിനക്ക് നിന്റെ ശത്രുവിനുണ്ടായ പതനത്തെ ഓർത്ത് സന്തോഷിക്കാൻ നീ ആരാണ്? അപ്പം ശത്രുവിൻ്റെ പതനത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു ആഘോഷമാണ്. ഞാൻ കുറേ ആഘോഷങ്ങൾ, പിശാചിൻ്റെ ആഘോഷങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഓരോന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് വെറുപ്പ്, വിരോധം, വൈരാഗ്യം, വിദ്വേഷം, എന്താ പറയുക, അസൂയ, അങ്ങനെയുള്ള ആ മാലിന്യങ്ങൾ നീക്കിക്കളയാതെ ഒരിക്കലും നമുക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവില്ല. ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമല്ല. ഐശ്വര്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ, ദൈവം നമ്മോട് കൂടെ എന്നാണ്. ദൈവത്തിന് നമ്മോട് കൂടെ വസിക്കണമെന്നുണ്ടെങ്കിൽ ഈ അശുദ്ധാത്മാവിൻ്റെ സ്വാധീനമുള്ളവർക്ക് ഒരിക്കലും സാധിക്കില്ല. കംപ്ലീറ്റ് ക്ലീനായിട്ടുള്ള വസ്ത്രത്തിൽ നമ്മുടെ മനസ്സിൽ അഴുക്കുള്ളപ്പോൾ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മനസ്സാക്ഷി നിർമ്മലമാക്കിക്കൊണ്ടും ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ടും എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ വെടിപ്പും വിശുദ്ധിയുമുള്ള നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അത് ഈ ഹൃദയത്തിൻ്റെ വെടിപ്പാണ്. ഹൃദയത്തെ എങ്ങനെ വെടിപ്പാക്കുന്നത്? ഹൃദയത്തെ വെടിപ്പാക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നും ഈ കാലുഷ്യങ്ങളും മാലിന്യങ്ങളും എല്ലാം നീക്കി കഴിയുമ്പോഴാണ്. നമ്മൾ ആയുർവേദ ചികിത്സയ്ക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ടാവില്ല. ആയുർവേദ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമ്മുടെ വയറിനകത്ത് ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള ദഹിക്കാത്ത ഭക്ഷണം കിടന്നാൽ ഒരു മരുന്ന് കഴിച്ചാലും ഏക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആ ദഹിക്കാത്ത ഭക്ഷണത്തെ ആദ്യം വിസർജിക്കാൻ പറയും. കാരണം നമ്മുടെ ഉള്ളിൽ മാലിന്യം കിടക്കുമ്പോൾ ശരീരത്തിന് സുഖം ഉണ്ടാവില്ല. തലവേദനയായി, ദേഷ്യമായി, അസുഖങ്ങളായി. ഇത് തന്നെ മനസ്സ് മലിനമായിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ നിർമ്മലമാക്കണമെങ്കിൽ
മനസ്സാക്ഷി നിർമ്മലമാക്കണം. ഞാൻ ഈ മനസ്സാക്ഷിയെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. എന്താണ് മനസ്സാക്ഷി? മനസ്സാക്ഷിയുടെ സിമ്പിൾ നിർവചനം മനസ്സ് സാക്ഷിയാവുന്നതാണ്. എന്താ മനസ്സ് സാക്ഷിയാവുന്നത്? ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം അറിയുന്നു, ദൈവം നിന്റെ ഹൃദയത്തെ പരിശോധിക്കുന്നു. നീ വിചാരിക്കും ദൈവം ഇതൊന്നും അറിയുന്നില്ല. ദൈവം നിന്റെ ഹൃദയത്തിലെ വികാരങ്ങളെ പോലും വിവേചിച്ചറിയുന്നവനാണ് നിന്റെ ദൈവം എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് മനസ്സാക്ഷിയുടെ ശബ്ദം. ഈ മനസ്സാക്ഷിയുടെ ശബ്ദം നമ്മൾ ശ്രവിച്ചാൽ മനസ്സാക്ഷി നിർമ്മലമാക്കാൻ പറ്റും. നേരെ മറിച്ച് മനസ്സാക്ഷി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അങ്ങനെ എല്ലാം നോക്കിയിട്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. എൻ്റെ ഒരു പ്രസംഗം മുഴുവൻ അതായിരുന്നു. അങ്ങനെ ഒന്നും എല്ലാം നന്നായിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തിനാ ക്രിസ്ത്യാനി ആയിരിക്കണം? ഇന്നത്തെ കാലത്ത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഇന്നത്തെ കാലത്തെ ജീവിതത്തിൽ നാം നേടിയെടുത്ത യോഗ്യതകളുടെ പേരിൽ നിത്യത നേടാൻ വേണ്ടിയിട്ടാണോ? രണ്ട് ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ഒരു ന്യായമായ സുഖസൗകര്യങ്ങളോടെ ജീവിച്ച് ഇവിടെ ജീവിതം അവസാനിപ്പിക്കാനാണോ, അതോ ഈ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്ത എൻ്റെ യോഗ്യതയുടെ പേരിൽ ഞാൻ നിത്യത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ? ഉത്തരം ക്രിസ്ത്യാനിയാണെന്ന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എൻ്റെ ഈ ലോകത്ത് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് നിത്യത നേടാനായിട്ടുള്ള ഒരു യുദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ അന്ത്യം വരെ. തിരിച്ചു പറഞ്ഞു നോക്കി, യാത്ര ചെയ്യും ഞാൻ അന്ത്യം വരെ, യുദ്ധം ചെയ്യും ഞാൻ ക്രൂശ്. ഇത് യാത്ര അന്ത്യം വരെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അന്ത്യത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഈ യാത്രയുടെ അന്ത്യത്തിൽ എനിക്ക് വിജയമുണ്ടായി. എന്താ വിജയം? ആ വിജയം നിത്യതയാണ്, എൻ്റെ സ്വർഗപ്രവേശമാണ്. ആ നിത്യത എനിക്ക് നിഷേധിക്കുന്ന രീതിയിൽ എൻ്റെ കയ്യിലിരിപ്പ്, എൻ്റെ മനസ്സിലിരിപ്പ്, എൻ്റെ മനസ്സാക്ഷിയും എൻ്റെ ചെയ്തികളും ഞാൻ കൊണ്ടു നടന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്കും ദൈവമേ എന്നോട് ക്ഷമിക്കണേ, പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുർബാനകൾ അർപ്പിച്ചാലും, എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ ആര് ചെയ്താലും ഒരു കാര്യമില്ല. കാരണം എന്താ? അത്രേ ഉള്ളൂ. അൺലെസ് യു ലിവ് ഇൻ പീസ് യു വിൽ നോട്ട് റെസ്റ്റ് ഇൻ പീസ്. നമ്മൾ RIP പെട്ടിയെ കാണുന്നില്ലേ? RIP എന്നുള്ള പെട്ടിയിൽ നമ്മൾ എഴുതുന്നതാണ്. പക്ഷേ സത്യത്തിൽ എന്താ? നിത്യതയിൽ നിന്റെ ആത്മാവ് വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ ലോകത്തിലായിരുന്നപ്പോൾ നീ സ്വസ്ഥതയിൽ ജീവിച്ചവനായിരിക്കണം. നീ സ്വസ്ഥതയിലും ശാന്തിയിലും ജീവിക്കാതെ നിന്റെ ആത്മാവ് നിത്യതയിൽ ജീവിക്കില്ല. ഇതൊരു ഒരു 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 എന്താ പറയുക, ഒരു മയമില്ലാത്തൊരു പ്രസ്താവനയാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. ഇതിനകത്ത് മയപ്പെടുത്താനും പറ്റില്ല, മയം ചേർക്കാനും പറ്റില്ല, ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിത്യതയെ നിനക്ക് നേടണമെന്നുണ്ടെങ്കിൽ നിത്യതയെ നോക്കി നീ ഈ യുദ്ധം ക്രൂശിനെ നോക്കി ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ തിന്മകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റിയിട്ട് ജീവിതത്തിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ നീ ചെയ്ത് നീ ദൈവത്തെ ഈ ലോകത്ത് മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. അതിനെന്താ പറയുന്നത്? എന്നെ ഇവിടെ ഏറ്റുപറയുന്നവന് ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിലും ഏറ്റുപറയും, എന്നെ ഇവിടെ തള്ളി പറയുന്നവനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തള്ളി പറയും. ഈ രണ്ടാം ഭാഗമാണ് നിത്യത നഷ്ടപ്പെടുന്നവർ. ആരാ? എന്നെ ഇവിടെ, എവിടെയാ? ഇവിടെ ഈ ലോകത്ത് ദൈവത്തെ ഏറ്റു പറയാത്തവനെ തൻ്റെ വിധിക്കാൻ ഏൽപ്പിച്ച വിധിയുടെ വക്താവായിട്ടുള്ള യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ തള്ളിപ്പറയും. പറഞ്ഞേ പറ്റൂ. അത് ദൈവത്തിൻ്റെ ഒരു 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 പ്രകൃതമാണ്, ദൈവപ്രകൃതമാണ്. ആ നന്മയെ, അതുകൊണ്ടാണല്ലോ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 11:40 നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഉറപ്പാണ്. ഒരു നിത്യത, നിത്യവിധിയുടെ അന്ന് നന്മ ചെയ്തവർക്ക് നിത്യതയിൽ നിത്യ സൗഭാഗ്യവും. ദൈവത്തെ കാണാനുള്ള അവസ്ഥയാണല്ലോ സ്വർഗഭാഗ്യം എന്ന് പറയുന്നത്. ദൈവത്തെ കാണാതിരിക്കാൻ പറ്റാത്ത ആ നരകാവസ്ഥയും അതും നിത്യത തന്നെയാണ്. പക്ഷെ അത് നിത്യ നരകമാണ്, ഇത് നിത്യഭാഗ്യമാണ്. നിത്യഭാഗ്യത്തിൽ നിന്റെ ആത്മാവ് വിലയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവം ഇവിടെ ഈ ലോകത്ത് അനുവദിച്ചിട്ടുള്ള സമയത്ത് നിന്റെ ആത്മാവ് സ്വസ്ഥതയിൽ വസിക്കണം. നിന്റെ ആത്മാവ് സ്വസ്ഥതയിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിലിരിപ്പും നിന്റെ കയ്യിലിരിപ്പും ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നതാവണം. ക്രിസ്ത്യാനിക്ക് ചേർന്നുക എന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ക്രിസ്ത്യൻ കോൺഷ്യൻസ് ഉണ്ടാവുന്നതാണ്. ക്രിസ്ത്യൻ കോൺഷ്യൻസ് എന്ന് പറയുന്നത് നിയമം, ക്രൈസ്തവ മനസ്സാക്ഷി എന്ന് പറയുന്നത് കേവലം നിയമങ്ങൾ അനുസരിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നതല്ല. നിയമങ്ങൾ അനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ് പരിസേയൻ എന്ന് പറയുന്നത്. അത് ക്രിസ്ത്യാനി അല്ല. അവൻ നിയമം ലംഘിച്ചിട്ടില്ല,
ആചാരങ്ങൾ അനുഷ്ഠിച്ചു. ഫരിസേയനെ കർത്താവ് കപടനാട്യക്കാരെന്നാണ് പറഞ്ഞത് അല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളോട് കർത്താവ് എന്താ പറയുന്നത്? ഈ ഫരിസേയ മനോഭാവം പെട്ടിട്ട് നിയമത്തെ നീ മറക്കുക, അനുഷ്ഠാനങ്ങൾ നീ മറക്കുക. എന്താ നീ ചെയ്യേണ്ടത്? കരുണ നീ കാണിക്കുക. കാരണം നിയമത്തിൻ്റെ അന്തസത്ത കരുണയാണ്. ഈ കരുണ കാണിക്കാതെ നീ എന്താചാരങ്ങൾ അനുഷ്ഠിച്ചാലും എന്തെല്ലാം നിയമങ്ങൾ പാലിച്ചാലും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും, നീ ദൈവസന്നിധിയിൽ നീതിമാനായി സ്വീകരിക്കപ്പെടില്ല. ദൈവസന്നിധിയിൽ നിന്നെ സ്വീകാര്യൻ ആക്കുന്നത് നീ നിയമം ലംഘിച്ചിട്ടില്ല എന്നുള്ള നിന്റെ പ്രസ്താവനയല്ല, നീ നിയമത്തിൻ്റെ ആ അന്തസത്തയായിട്ടുള്ള കരുണ നീ കാണിച്ചു എന്നുള്ളതാണ്. കാരണം ദൈവം നിന്നോട് നിയമപ്രകാരമല്ല പെരുമാറിയത്, ദൈവം നിന്നോട് കരുണയോടെയാണ് വർത്തിച്ചത്. നിയമപ്രകാരമല്ല ദൈവം എന്നോട് വർത്തിച്ചത്. ദൈവം നമ്മളോട് ഓരോടും വർത്തിക്കുന്നത് കരുണയോടെ വർത്തിക്കുന്നത്. ആ കരുണ, ഞാൻ നിന്നെ സ്നേഹിച്ചുവൽ നീയും പരസ്പരം സ്നേഹിക്കും. ദൈവം എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ദൈവം എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ കൈതിരിപ്പം ഇല്ല, ഇത്രയും കുര്യൻ ഇതൊക്കെ ആയിരുന്നിട്ടും കുര്യൻ എപ്പോഴും കർത്താവ് കൊണ്ടു നടക്കുന്നതുകൊണ്ട് ദൈവത്തിന് എന്നോട് കാര്യമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് തന്നെയല്ലേ. നമ്മുടെ എന്തെല്ലാം ഇതൊക്കെ കൈതിരിപ്പ് മോശമായിരുന്നാലും ദൈവം ഇപ്പോഴും കരുണയോടെ നമ്മളെ കൊണ്ടു നടക്കണം. ഈ കരുണയുടെ കൈവഴി ആവാൻ കഴിയാത്ത ഒരു പ്രാർത്ഥനക്കാരനല്ല. എൻ്റെ പ്രഭാഷണത്തിൻ്റെ 2ാം ഭാഗമാണ്. നമ്മുടെ അതരം സ്തുതിഗീതങ്ങളാലും കാരുണ്യ പ്രവൃത്തികളാലും നിറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആവുന്ന നാണയത്തിൻ്റെ ഒരു വശം മാത്രമേ ഉള്ളൂ. ആ നാണയത്തിൻ്റെ 2ാം ഭാഗം എന്ന് പറയുന്നത് ഈ വിശ്വാസം എന്നോട് ആവശ്യപ്പെടുന്ന നീതിയുടെ പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് നീതിയുടെ പ്രവൃത്തികളാൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുർബാനത്തിൽ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, എല്ലാ കുർബാനയിലുണ്ട്. നീതിയുടെ പ്രവൃത്തികളാണ്. നീതിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് നീതിപൂർവ്വം കാരുണ്യപൂർവ്വം വർത്തിച്ചുകൊണ്ട് ദൈവത്തിന് നാം കൊടുക്കുന്ന മഹത്വമാണ്. നമ്മൾ ഓരോ നന്മ പ്രവൃത്തി ചെയ്യുമ്പോഴും അതുവഴിയായിട്ട് ചെയ്യുന്ന വ്യക്തിക്കല്ല അതിൻ്റെ മഹത്വം കിട്ടേണ്ടത്. മഹത്വം കർത്താവേ നിൻ്റെ നാമത്തിൽ. കാരണം നീ എന്നെ അനുവദിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റിയത്. നീ എന്നോട് കരുണ കാണിച്ചുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. നീ അനുവദിച്ചില്ലായിരുന്നെങ്കിലോ, നീ നമ്മൾ തിരുമനസ്സാവുന്നവരെ നീ മനസ്സായില്ല, നീ മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിലോ, കാരുണ്യം കാണിച്ചില്ലായിരുന്നെങ്കിലോ, നീ അനുവദിച്ചില്ലായിരുന്നെങ്കിലോ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നില്ല. അപ്പം ദൈവത്തിൻ്റെ കരുണയാണ് എന്നിലൂടെ വന്നത്. ആ കരുണ എന്നിലൂടെ ഞാൻ സമൂഹത്തിലേക്ക്, എൻ്റെ സഹോദരങ്ങളിലേക്ക്, എന്നെ വിളിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഞാൻ പ്രദർശിപ്പിക്കുമ്പോഴും ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോഴുമാണ് ഈ ഏറ്റുപറയുക എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അതരം കൊണ്ട് ദൈവമേ അങ്ങനെ നാഥൻ രാജാവും കർത്താവും രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നത് ബുദ്ധിമുട്ടില്ല. പക്ഷെ ജീവിതം കൊണ്ട് ഏറ്റുപറയുന്ന ഒരു സുവിശേഷമുണ്ട്. ഗുഡ് ന്യൂസ് അക്കോർഡിംഗ് ടു കുര്യൻ. ഈ കുര്യൻ്റെ ഗുഡ് ന്യൂസ് എന്താ? ഈ കുര്യൻ്റെ ഗുഡ് ന്യൂസ് മനസ്സിലാക്കാത്ത ഒരാളും കുര്യൻ്റെ ഒരു മക്കളും ബൈബിളിൻ്റെ 2ാമത്തെ പേജ് വായിക്കില്ല. അവരുടെ ആദ്യത്തെ പേജ് കുര്യൻ തന്നെയാണ്. എൻ്റെ ഭാര്യയും മക്കളും വായിക്കുന്ന ബൈബിൾ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ പേര് അവർ കാണുന്ന, ഭാര്യ കാണുന്ന ഭർത്താവും മക്കൾ കാണുന്ന അപ്പനുമാണ്. ഈ കുര്യനിൽ ഈ സുവിശേഷത്തിൻ്റെ 1ാം ഭാഗം 1ാമത്തെ പേജ് വായിക്കാനായില്ല എന്നുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ടും കാര്യമില്ല. കാരണം ഇത് ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്ന കുര്യൻ എന്താണെന്ന് നമുക്കറിയാം. എന്നിപ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ട് എന്താ കാര്യം? വായിക്കില്ല. എന്തുകൊണ്ടാണ് അവർ വ്യതിചലിക്കാൻ കാരണം? മാതാപിതാക്കളുടെ താളം തെറ്റുമ്പോഴാണ് മക്കളുടെ ജീവിതത്തിൻ്റെ പാളം തെറ്റുന്നത്. നമ്മൾ ട്രെയിനെ ഉദ്ദേശിച്ചാൽ മതി. ഈ ട്രെയിനിൻ്റെ ബോഗി വല്ലാതെ കിടന്ന് ഇളകും. അപ്പം അത് ഇളകിൽ ഈ അവസാനം പാളവും തെറ്റും. അപ്പം മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ താളപ്പിഴകളാണ് നമ്മുടെ മക്കളുടെ ജീവിതത്തിൻ്റെ പാളം തെറ്റിലേക്ക് നയിക്കുന്ന. മറക്കരുത്. ഒരുപാട് മക്കളെക്കുറിച്ച് വേദനിച്ച് വിഷമിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന മാതാപിതാക്കന്മാരുടെ ഞാൻ പറയാറുണ്ട്, ആദ്യമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം, ഒന്ന് തിരഞ്ഞു നോക്കണം. കാരണം പൗലോസ് എന്താ പറഞ്ഞത്? വേര് നന്നാവാതെ ഫലം നന്നാവില്ല. അൺലെസ് ദ റൂട്ട് ഈസ് ഗുഡ് യു നോട്ട് എക്സ്പെക്ട് എ ഗുഡ് ഫ്രൂട്ട് അല്ലേ? ആരാ വേര്? മാതാപിതാക്കൾ. അപ്പം മാതാപിതാക്കളുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തിയാൽ, ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ മക്കൾ തിരിയും. മാതാപിതാക്കൾ ദൈവത്തെ
അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സുഖപ്രദമായ പ്രാർത്ഥനയുടെ ഒരു സ്ഥലം മാത്രം ഒരു വേദിയാക്കി ഒരു സ്പേസ് ആക്കി മാറ്റിയാലോ മക്കളും അതൊക്കെ തന്നെ ചെയ്യും. മക്കൾ അത് നമ്മുടെ മുമ്പിൽ ചെയ്യും, അത് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. എന്തുകൊണ്ടാണ് മക്കൾ വിശ്വാസം ത്യജിച്ചു പോയത്? എന്തുകൊണ്ടാണ് മക്കൾ വിശ്വാസം ഇല്ലാത്തത്? കാരണം അവർക്ക് അവരുടെ മാതാപിതാക്കളെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വലിയ പ്രാർത്ഥന കൂട്ടായ്മയും ഈ വലിയ പ്രാർത്ഥനയും ഈ ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആള് കയ്യിലിരിപ്പ് എന്താണെന്ന് അവർക്കറിയാം, ഇല്ലേ? കൂടെ കിടക്കുന്ന അപ്പനെ അറിയാമെന്ന് പറഞ്ഞാൽ അവർക്കറിയാം എന്താണ് കയ്യിലിരിപ്പ്. എന്താ കയ്യിലിരിപ്പ്? തട്ടിപ്പ്, വെട്ടിപ്പ്, വിരോധം, വിദ്വേഷം, വഞ്ചന, ഇതൊക്കെ കയ്യിലുണ്ട്. എന്നിട്ടോ ഇതിനൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, നമുക്ക് നമ്മുടെ ഈ ദേവാലയ ബന്ധങ്ങളുണ്ട്, തിരുമേനിമാരോടുള്ള അടുപ്പങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരാരായി? അവർ ലോകത്തിന് മുമ്പിൽ നല്ല ക്രിസ്ത്യാനിയായി. മക്കളുടെ മുമ്പിലോ കള്ളൻ, ശുദ്ധ കള്ളൻ. ഈ ശുദ്ധ കള്ളനെ കണ്ടിട്ട്, ശുദ്ധ കള്ളിയെ കണ്ടിട്ട് മക്കൾ ക്രിസ്ത്യാനിയാവും, നല്ല ക്രിസ്ത്യാനിയാവും, നല്ല വിശ്വാസത്തിൽ വരും? ഒരിക്കലും പറ്റില്ല. കാരണം അവർ ഈ കപട മുഖമാണ് കാണുന്നത്. ഈ കപട മുഖം കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല പ്രാർത്ഥനാ കൂട്ടായ്മ ആകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മുടെ വഴികൾ തിരുത്തണം. ഈ റിപ്പോർട്ടിൽ ഞാനൊരു വാക്ക് കേട്ടായിരുന്നു, വഴി നടത്തിയ ദൈവത്തിന് എന്ന് പറയും. എന്ത് വഴിയാണ് നടത്തിയത്? ദൈവത്തെങ്കിലേക്കുള്ള വഴിയെ നടത്തിയതാണ്. അല്ലാതെ കുറച്ച് പ്രവർത്തിക്കാനായിട്ട് ആരോഗ്യവും സമയവും കാശും തന്നതല്ല. ചെയ്ത ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ വഴിയെ. അപ്പോൾ ഈ unless you are in the path of God, you cannot get the benefits or blessings from God. അല്ലേ? എനിക്കിപ്പോൾ ആയൂർക്ക് വരുമ്പോൾ നീ പുനരൂർ വഴിക്ക് പോരെ, ഞാൻ നിന്നെ അവിടെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് കൊല്ലം വഴിക്കാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എനിക്ക് സമ്മാനം തരാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ, രണ്ടാമത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിൽ ആയിരിക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്നവനാണ്. ഇവനാണ് ഈ മാർഗവാസി. നമ്മൾ ഈ മാർഗവാസി എന്നുള്ളത് മോശക്കാരനായിട്ടുള്ള പദമായിട്ടുള്ള ഉപയോഗിച്ചത്. മാർഗത്തിൽ വസിക്കുന്നവനാണ് മാർഗവാസി. എന്ത് മാർഗത്തിലാണ്? ദൈവത്തിൻ്റെ മാർഗത്തിൽ, യേശു മാർഗത്തിൽ വസിക്കുന്നവനാണ് മാർഗവാസി. ആ മാർഗത്തിൽ വസിക്കുന്നവരാവാതെ ഞാൻ നിങ്ങൾ മാറി ഇല്ല വസിക്കുന്നവരാകാതെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് അവകാശമില്ല. അത് ദൈവം വിചാരിച്ചാൽ പോലും പറ്റില്ല. ഈ കനോട്ട്, ഗോഡ് കനോട്ട്. ദൈവം നിസ്സഹായനാകുന്ന അവസ്ഥയാണ്. കാരണം എന്താ? എനിക്ക് ഈ കുര്യന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കൊണ്ടായിരുന്നു. ഞാൻ അവനോട് ഈ വഴി കാണാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ അവൻ പോണ വഴി ഏതാ? ആ വഴിയാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യും? പറ്റില്ല. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനും ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്നവനും ദൈവത്തിൻ്റെ വഴിയിൽ വ്യാപരിക്കുന്നവനുമാണ് നടക്കണം, ജീവിക്കണം, വ്യാപരിക്കണം നമ്മുടെ ഇടപെടലുകൾ. അപ്പോൾ ദൈവത്തിന് നിരക്കാത്തതെല്ലാം മാറ്റാതെ, അതാണ് ഞാൻ പറഞ്ഞതെന്ന് യാക്കോബുസ്തകത്തിലെ 4, 7, 8 പറഞ്ഞത് തന്നെ അതാണ്. ദൈവത്തിന് നിരക്കാത്തവയെ മാറ്റിയിട്ട് ദൈവത്തിന് ചേരുന്നവയുടെ ജീവിതം നയിക്കാതെ ഒരിക്കലും ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവില്ല. ദൈവ അനുഭവം ഇല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കില്ല. നന്നായിട്ട് ഓർത്തു വെച്ചോ. ദൈവ അനുഗ്രഹം കിട്ടാതെ ദൈവ അനുഭവം ഉണ്ടാവില്ല. ദൈവ അനുഭവം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥന കൂട്ടായ്മ. ഈ ദൈവ അനുഭവം എന്നുള്ളത് തിരിച്ചാണല്ലേ പറയേണ്ടത്. ദൈവാനുഭവം, ദൈവത്തെ അനുഭവിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കില്ല. ശരിക്കും തിരുത്തിക്കൊള്ളണം കേട്ടോ. ദൈവത്തിൻ്റെ അനുഭവം ഇല്ലാതെ, ദൈവത്തിൻ്റെ നിറവില്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കില്ല. അപ്പോൾ അനുഗ്രഹമല്ല വലുത്, അനുഗ്രഹദാതാവാണ് വലുത്. അപ്പം അനുഗ്രഹദാതാവായി ദൈവത്തെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോഴോ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടോളൂ. അല്ലേ? നീ നിൻ്റെ പിതാവിനോട് ഈ പിതാവിൻ്റെ ഇഷ്ടം നിറവേറെന്ന് മാത്രം പറഞ്ഞു ബാക്കിയെല്ലാം നടന്നോളൂ. കാരണം എന്താ? ബാക്കിയെല്ലാം ആർക്കറിയാം? അപ്പനറിയാം. ബാക്കി അപ്പം പറഞ്ഞു, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആദ്യം അവിടുത്തെ വഴിയിൽ നടക്കണം. രാജ്യവും നീതിയും അവിടുത്തെ വഴിയിൽ നടക്കണം, വഴിയിൽ ജീവിക്കണം, വഴിയെ നമ്മുടെ വ്യാപാരങ്ങൾ നടത്തണം. അത് തട്ടിപ്പില്ലാത്തതാണ്, ചതിയില്ലാത്തതാണ്, വഞ്ചനയില്ലാത്തതാണ്, കളവില്ലാത്തതാണ്, കാപട്യമില്ലാത്തതാണ്. ഇല്ലേ? നമ്മുടെ പണ്ട് കാലത്ത് ക്രിസ്ത്യാനികളെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? ഈ ഭാഗത്തൊക്കെ നല്ല പരിചയമുണ്ടാവും അല്ലേ? തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ ഒരു ക്രിസ്ത്യാനി തൊട്ടാൽ അശുദ്ധമാവും. ഇല്ല, അമ്പലത്തിൽ പൂജിക്കാൻ കൊണ്ടുപോകുന്ന തൈലാദി വസ്തുക്കൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ ആ ദോഷം നീക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് തൊടിച്ചിട്ടായിരുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ പോകുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി തൊട്ടിട്ട്
ഒരു പൂജാ വസ്തു ശുദ്ധമാകും എന്ന് നമ്മുടെ ഒരു ഹൈന്ദവ പൂജാരിക്കോ ഒരു ഹൈന്ദവ പിന്നെ അങ്ങർക്കോ ആർക്കെങ്കിലും പറയാൻ പറ്റും? നമുക്ക് തന്നെ പറയാൻ പറ്റും. ഞാനൊന്ന് തൊട്ടാൽ മതി എല്ലാം ശുദ്ധമായി കാരണം അത്രയും ശുദ്ധിയുള്ളവനാണ്. നമ്മുടെ വിശുദ്ധിയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമ്മുടെ വിശുദ്ധിയായിരുന്നു ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ആ വിശുദ്ധി പോയപ്പോൾ നമുക്ക് എന്ത് പറ്റി? നമ്മുടെ ഈശ്വര പ്രാർത്ഥന പറഞ്ഞില്ലേ, ഭക്തിയും വിശുദ്ധിയും സ്വഭാവവിശുദ്ധിയും. ഇപ്പം നമുക്കെന്തുണ്ട്? ഭക്തിയുണ്ട്, ബാക്കി രണ്ടുമില്ല. സ്വഭാവവിശുദ്ധിയില്ല, വിശുദ്ധിയില്ല. അപ്പോൾ ഈ വിശുദ്ധിയും സ്വഭാവശുദ്ധിയും കൂടാതെയുള്ള ഭക്തിയാണ് കപടഭക്തി. ആ ഭക്തിയിൽ നിന്ന് മാറിയിട്ട് വിശുദ്ധിയും സ്വഭാവശുദ്ധിയുമുള്ള നല്ല ഭക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല ക്രിസ്ത്യാനികളാകും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലൊരു ക്രിസ്ത്യാനിയാവാന്നുള്ളതാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കാണിക്കാത്ത ഒരു വിശ്വാസം എൻ്റെ അതരം കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ആർക്കും കിട്ടാൻ പോകുന്നില്ല, ഇല്ലേ? ഞാൻ ജോലി എടുക്കുന്ന സ്ഥലത്തോ എൻ്റെ രാഷ്ട്രീയത്തിലോ എൻ്റെ കുടുംബത്തിലോ ഒരിക്കലും ക്രിസ്തുവിനെ മനസ്സിലാക്കില്ല. എങ്ങനെ? ഈ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഴി നിന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കുര്യൻ അവൻ്റെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ക്രിസ്തുവിനെ ചേർന്ന വിധത്തിലല്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ആദ്യമേ വൈദ്യ നിന്നെ തന്നെ നീ ചികിത്സിക്കണം. ഈ വൈദ്യനെ ചികിത്സിക്കാൻ തയ്യാറാവാത്തതാണ് പ്രശ്നം. നമുക്ക് അലക്കല് കണ്ടിട്ടില്ല. അലക്കലിൻ്റെ പ്രത്യേകത എല്ലാവരും കല്ലുമിട്ട് അലക്കും. പക്ഷെ ആ അലക്കലിൻ്റെ അടിവശം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അത് മുഴുവൻ അഴുക്ക് നിറഞ്ഞായിരിക്കും. അലക്കലിൽ ആരും ശുദ്ധിയാക്കാറില്ല. അലക്കുമ്പോൾ 8 ശുദ്ധിയാക്കുകയുള്ളൂ. നമ്മളൊക്കെ ചെയ്യണത് തന്നെ. നമ്മൾ അന്ന് അലക്കുകളിലുള്ള അഴുക്കും എല്ലാം അവിടെ തന്നെ കിടക്കും. നമ്മളിങ്ങനെ അത്യാവശ്യം ശുദ്ധിയാക്കിക്കൊണ്ട് നടക്കുന്നത് പരമമായ സത്യമല്ല. പരമമായ സത്യമാണ്. ഏത് അലക്കുകളിൽ നോക്കിയോ അടിയും തറയും ഒക്കെ ഭയങ്കര അഴുക്കായിരിക്കും. പക്ഷെ കല്ല് ആ ഭാഗം നമ്മൾ അലക്കുന്ന ഭാഗം നല്ല വൃത്തിയാക്കി നമ്മൾ അലക്കിക്കൊണ്ടങ്ങ് പോവുകയും ചെയ്യും. നമ്മളാകുന്ന അലക്ക് കല്ലിനെ ശുദ്ധിയാക്കാതെ നമ്മൾ അലക്കി തെളിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു വിശുദ്ധി കിട്ടാൻ പോകുന്നില്ല. അപ്പം വിശുദ്ധിയും സ്വഭാവശുദ്ധിയും കൂടാതെ ഭക്തി ഉണ്ടാവില്ല. ഭക്തി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന യഥാർത്ഥ ഭക്തി നിഷ്കപടനായ ഇസ്രായേൽക്കാരനാവുന്ന അവന് ചേർന്ന ആ ഭക്തി എന്ന് പറയുന്നത് വിശുദ്ധിയും സ്വഭാവശുദ്ധിയുമാണ്. ആ വിശുദ്ധിയും സ്വഭാവശുദ്ധിയും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആചാര അനുഷ്ഠാനങ്ങളുടെ ക്രിസ്ത്യാനിയായിട്ട് മാറും. ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ ക്രിസ്ത്യാനിയാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഭരണഘടനയിൽ, ഞാൻ ഈ നിയമത്തിൻ്റെ മേഖലയിൽ വ്യാപരിക്കുന്ന ആളാണല്ലോ, നമ്മുടെ ഭരണഘടനയിൽ നമുക്കൊരു മൗലിക അവകാശം തന്നിട്ടുണ്ട്. 25ാമത്തെ ആർട്ടിക്കിളാണത്. അതിനകത്ത് 3 P ആണ്. നിൻ്റെ വിശ്വാസം പ്രൊഫസ് ചെയ്യാൻ, നിൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, നിൻ്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ 3 അവകാശം നമുക്കുണ്ട്. പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ്. നമ്മുടെ പ്രശ്നം എന്താ? അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണമനുസരിച്ച് നീ ജീവിച്ചിട്ട് ആ ജീവിക്കുന്ന വിശ്വാസം നീ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. തമ്പുരാൻ കർത്താവ് ഉദ്ദേശിച്ചാണ് അതാ. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ നടുക്കത്തെ പീ നമ്മളങ്ങ് മറക്കണം. നമ്മൾ പ്രൊഫസ് ചെയ്യും, നമ്മൾ പ്രചരിപ്പിക്കും, എണ്ണം കൂട്ടാം, പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന വിശ്വാസം പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊരു പ്രചോദനം കൊടുക്കാതെ ഒരു പ്രബോധനം കൊടുത്തിട്ട് എങ്ങും നിൽക്കില്ല. മക്കളെന്ന് പറയും അങ്ങനെയൊക്കെ പറയും. നമുക്കെല്ലാം അറിയാമല്ലോ അങ്ങനെയാണ്. എന്നെ ഞാൻ ചോദിച്ചു, മാതാപിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നെ കണ്ടുപിടിച്ചാൽ മതിയെന്ന് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളോട് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മക്കൾ ഒരിക്കലും വഴുതിയിട്ടില്ല. അല്ലാതെ നീ അവളെ കണ്ടുപിടിക്കുക അവനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഒരു കാര്യമില്ല. ഈ മക്കളോട് മക്കളെ നിങ്ങൾ ഞങ്ങളെ കണ്ടുപിടിക്കുക എന്ന് ഒരപ്പനും അമ്മയ്ക്കും വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ ധൈര്യമായിട്ട് പറയാൻ തക്കവണ്ണമുള്ള വിശുദ്ധിയും സ്വഭാവശുദ്ധിയും അത് നൽകുന്ന ഭക്തിയും ഉണ്ടായാൽ പറ്റും. അല്ലാതെ സ്വഭാവശുദ്ധിയും വിശുദ്ധിയും ഇല്ലാതെ ഭക്തി മാത്രമായിട്ട് നമ്മൾ നടന്നാൽ അതൊരു കള്ളത്തിലാണ് കാട്ടുന്നത്. അവനാണ് കർത്താവ് ശപിച്ച ഏക പാപം ഏതാ? വേറെ ഒരു പാപം, ഈവൻ നമ്മുടെ വ്യഭിചാരത്തെ പോലും കർത്താവ് ശപിച്ചില്ല. കർത്താവ് ശപിച്ച ഏക പാപം കാപട്യം എന്ന ഏക പാപത്തെ കർത്താവ് ശപിച്ചു. എന്താ കാപട്യം? ഉള്ളിലൊന്ന് പുറത്ത് കിടന്നു, അതാണ് കാപട്യം. പറയുന്ന ഒന്ന് ചെയ്യുന്ന കിടന്നു, മനസ്സിലിരിപ്പ് ഒന്ന് കയ്യിലിരിപ്പ് വേറെ.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് പറയാം. അതുകൊണ്ട് ഈ ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, എൻ്റെ ജീവിതമാണ് എൻ്റെ വിശ്വാസം എന്ന് പറയാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ അഖില മലങ്കര പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാനും നിങ്ങളുമാകുന്ന ഓരോരുത്തർക്കും ഒന്ന് സത്യസന്ധമായിട്ട് കണ്ണടച്ചിട്ട് മനസ്സാക്ഷിയിൽ ഇവിടെ ചങ്കത്ത് കൈവച്ചിട്ട് മനസ്സാക്ഷി പരിശോധിച്ചിട്ട് എൻ്റെ ജീവിതമാണ് ദൈവമേ എൻ്റെ സന്ദേശമെന്ന് യേശു ക്രിസ്തുവിനെ സാക്ഷിയാക്കി പറയാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവുന്നതാണ് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൂട്ടായ്മയിൽ വിശ്വാസം ഉണ്ടാകും, പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ടാകും. അതൊരു ആശ്വാസം മാത്രമായിട്ട് തോന്നും. ആശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, വിശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആശ്വസിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച വളരെ എളുപ്പമാണ്. കുറേ നേരം നമ്മൾ പിഴയടിച്ചു കുമ്പിട്ടു, ഇതൊക്കെ ഒരു ആശ്വാസമായി, നമുക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനായി. ദൈവസന്നിധിയിൽ സ്വകാര്യമായിട്ടില്ല. ദൈവസന്നിധിയിൽ സ്വകാര്യമാണെന്നുണ്ടെങ്കിൽ വിശുദ്ധിയും സ്വഭാവശുദ്ധിയും കൈവരുന്നതിന് ശേഷം നമ്മൾ ഭക്തി ജീവിക്കുന്നതാണ്. ജീവിതം കൊണ്ട് നമുക്ക് വിശ്വാസത്തെ ഏറ്റുപറയാൻ കഴിയണം. ഇതാണ് കർത്താവ്. അപ്പോൾ ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയിൽപ്പെട്ടാണ് പൗലോസ് പറഞ്ഞ കാര്യം. നിരന്തരമായിട്ട് അല്ലേ, ഇടവിടാതെ, ഗ്യാപ്പ് പാടില്ല, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇടപെടാതെ പ്രാർത്ഥിക്കാൻ എപ്പോഴും മാത്രം അതല്ല ഇടപെടാതെ. അതായത് നിന്റെ വിചാരത്താലോ നിന്റെ വികാരത്താലോ നിന്റെ ഏതെങ്കിലും ഇടപെടലുകളാലോ നീ ദൈവത്തിന് മഹത്വം നൽകാത്ത നിമിഷം നിന്നിൽ ഉണ്ടാവരുത് എന്നും അതെല്ലാം വഴിയായിട്ട് ദൈവത്തിന് മഹത്വം നൽകുന്ന രീതിയിലുള്ള ഒരു നടപടി കയ്യിലിരിപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ്. ഇതാണ് ഇടവിടാതെ പ്രാർത്ഥിക്കണം. അല്ലാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ അവിടെ പോയി കുത്തിരിക്കലല്ല പ്രാർത്ഥന. അതും പ്രാർത്ഥന അല്ല എന്ന് ഞാൻ പറയുന്നില്ല, കളിയാക്കിയതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു പ്രകടനം. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചു, നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചു, അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കുമ്പോൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തു നോക്കുമ്പോൾ സാധനം വർക്ക് ചെയ്യുന്നില്ല, ചാർജ് കയറിയിട്ടില്ല. ചാർജ് കയറാത്തതുകൊണ്ട് നമ്മൾ കുത്തി ശരിയായില്ല. നമ്മൾ മര്യാദയ്ക്ക് അവിടെ കുത്തി വെച്ചിരുന്നെങ്കിൽ ചാർജ് കയറിയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്നിട്ട് എല്ലാം വിട്ടുകൊടുത്തിട്ട് അവിടെ ഇരിക്കുന്ന ഒരു നിമിഷമുണ്ട്, അതാണ് സ്തുതിപ്പിൻ്റെ. അത് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസത്തിൻ്റെ തിളക്കം ഉണ്ടാകും. അല്ലാത്ത വർഷം വിശ്വാസത്തിൻ്റെ ഒരു ആഘോഷം ഉണ്ടാകും. ഒരു 2 ന്യൂസ് വന്നു, പിന്നെ ഒരു തിരിച്ചു പോകാൻ അത് എല്ലാവരും കൊണ്ടു. അഖില മലങ്കര കത്തോലിക്ക അഖില മലങ്കര പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ പോയി പങ്കെടുത്തു. പ്രഭാഷണം എടുത്ത് പ്രസംഗം ഭയങ്കര പ്രസംഗം, ഗംഭീര പ്രസംഗം. എന്ത് പ്രസംഗിച്ചു അത് പിന്നെ പറയാനുണ്ടോ, ഗംഭീരമായിരുന്നു. അല്ല എന്താ ഗംഭീരം, അല്ല അത്ര അങ്ങനെയാണ്, എന്തായിരുന്നു അങ്ങനെയായിരുന്നു, വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഇല്ലാതെ ഭക്തി ഞാൻ പ്രകടിപ്പിച്ചാൽ അത് കർത്താവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാവില്ല. എൻ്റെ ഈ ലോകത്തെ ജീവിതം യാത്ര ചെയ്യലാണ്. ആ യാത്ര എന്നുള്ള കുരിശ് നോക്കിയിട്ട് ഞാൻ യുദ്ധം ചെയ്യലാണ്. യുദ്ധം ചെയ്യുന്നത് തിന്മയുടെ ശക്തികളോടാണ്. അത് ആ തിന്മയുടെ ശക്തി എന്ന് പറയുന്നത് ധനത്തോടുള്ള ആകർഷണം, സുഖഭോഗം അല്ലേ. എന്തൊക്കെ കർത്താവ് പറഞ്ഞത്? വചനത്തെ നമ്മൾ അകറ്റിക്കളുന്നത് എന്തൊക്കെയായിരുന്നു? വചനത്തെ നമ്മൾ അകറ്റിക്കളുന്നത്, വചനം വേര് പിടിക്കാതിരുന്നത് എന്തുകൊണ്ട്? ധനമോഹം, മറ്റു വസ്തുക്കളിലുള്ള ആഗ്രഹം, ലോകത്തോടുള്ള വ്യഗ്രത. 3 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത്. ഇല്ല, വിതക്കാരുടെ ഉപമയിൽ പറയുന്നത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വിതച്ചിട്ടും വേരില്ല. എന്തുകൊണ്ടാണ് വേരില്ലാത്തത്? ആഴങ്ങളില്ല. നമ്മുടെ ഒരു ആഴങ്ങളില്ലാത്ത ഒരു ഉപരിപ്ലവമായ ഒരു വിശ്വാസമായിപ്പോയി നമ്മുടെ. അത് ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമാക്കി മാത്രം ജീവിക്കുന്ന ക്രിസ്ത്യാനിയായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ ക്രിസ്ത്യാനിയോടെ ശുദ്ധമാവുന്നു. ഞാൻ പറയാണ്, നമുക്ക് ആ കുര്യൻ ജോസഫിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ക്രിസ്ത്യാനി വക്കീലാണ്, പറ്റിക്കില്ല. നമുക്ക് നല്ല ഗൈഡൻസ് തരും. നീ കുര്യൻ ജോസഫ് ആവുന്ന വക്കീലിനെ കുറിച്ച് അന്ന് ഇപ്പം നീ എനിക്ക് വക്കീലാവാൻ പറ്റില്ല, പറയാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി വക്കീലല്ല. ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് അത് ക്രിസ്ത്യാനിയുടെ കടയാണ്, എന്തായാലും അവിടെ തട്ടിപ്പുണ്ടാവില്ല, മായം ഉണ്ടാവില്ല, കൊളലാഭം ഉണ്ടാവില്ല, ന്യായമായിട്ടുള്ള ലാഭം എടുത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടും. ഒരു ക്രിസ്ത്യാനി കടയിൽ അങ്ങനെ പോയി പറയാൻ പറ്റുന്നുണ്ടോ? ഏത് മേഖല എടുത്തു നോക്കിയുള്ളൂ. വാട്ട് ഡിഫറൻസ് ഡു ഐ മേക്ക് ആസ് എ ക്രിസ്ത്യൻ? ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ എന്ത് വ്യത്യാസം മറ്റുള്ളവരിൽ നിന്നുണ്ട്? മറ്റുള്ളവരിൽ വ്യത്യാസം ഉണ്ടാവുന്നതല്ല ക്രിസ്ത്യാനി. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്നവനല്ല, ക്രിസ്തുവായി ജീവിക്കുന്നവനാണ്. ഏക വ്യത്യാസം അതാണ്. ഞാൻ ഒരു പഠനങ്ങളിലല്ല എൻ്റെ ജീവിതം, ഞാനെന്ന വ്യക്തിയിലാണ് ജീവിതം.
അല്ലേ? കർത്താവിനോട് പീലാത്തോസിന് മുമ്പിൽ വലിയ ന്യായാധിപൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ കർത്താവിനോട് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ട്രൂത്ത്? സത്യം എന്താണെന്ന് ചോദിച്ചു. കർത്താവ് എന്താ മറുപടി പറയായിരുന്നു? മറുപടി പറഞ്ഞില്ല. എന്താ പറയായിരുന്നു? സമയമില്ല അല്ലേ? അത് സത്യം എന്ന വ്യക്തിയാണ് അവിടെ നിന്നത്. അതുകൊണ്ടാണ്. അതിന് വേറെ നിർവചനങ്ങൾ ആവശ്യമില്ല, വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. എവിടെ ഞാൻ വിശദീകരിക്കാനോ ന്യായീകരിക്കാനോ ശ്രമിക്കുന്നുവോ അതിൻ്റെ അർത്ഥം അവിടെ വിശ്വാസം ഇല്ലാന്ന് തന്നെയാണ്. എൻ്റെ വിശ്വാസത്തിൽ ന്യായീകരണമോ വിശദീകരണമോ ആവശ്യമില്ല. കാരണം എൻ്റെ നടപടി, ഞാനൊരു ക്രൈസ്തവ വിശ്വാസിക്ക് ചേർന്ന ഇൻറ്റഗ്രിറ്റി അല്ലേ, നമ്മുടെ ആ സ്വഭാവ ശുദ്ധിയും വിശുദ്ധിയും ഉള്ള ഒരു നടപടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ മുമ്പിലും പിന്നെ വിശദീകരിക്കാനും ന്യായീകരിക്കാനും പോകണ്ട. നമുക്ക് വിശദീകരണം ന്യായീകരണം വരുന്നത് എപ്പോഴാണ്? എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് വിശദീകരിച്ച് ന്യായീകരിച്ച് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത്. നേരെ മറിച്ച് ആ സത്യസന്ധമായി വ്യാപരിച്ച അതേ ഒരു നടപടിയായിരുന്നെങ്കിലോ ഒരു പ്രശ്നമില്ല, ഒരാവശ്യമില്ല. അതിനകത്ത് ഞാനൊരു ഭാഗം പറഞ്ഞിട്ട് ഇനി ഒരു കരുതലിൻ്റെ ഒരു ഭാഗം കൂടെ ഇപ്പം ഞാനിപ്പം പ്രാർത്ഥന, വിശ്വാസം, സ്നേഹത്തിനെ കുറിച്ചും സൂചിപ്പിച്ചായിരുന്നു അല്ലേ? ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ അതിൻ്റെ അർത്ഥം തന്നെയായിരുന്നു. സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ച യേശു. അതാണ് ഈ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത. സ്നേഹിക്കുന്നതിനകത്ത് പരിധിയില്ല കേട്ടോ. എന്നാൽ പിടിച്ചു വെച്ചിട്ട് സ്നേഹിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനിക്ക്. അതുകൊണ്ടാണ് മുഴുവൻ വിട്ടുകൊടുക്കുന്ന സ്നേഹം. ഇപ്പം എന്നോട് ആവശ്യപ്പെടുന്ന മുഴുവൻ വിട്ടുകൊടുക്കാന്നുണ്ടെങ്കിൽ അവസാനം തുള്ളി രക്തം, വിശദീകരണം ആവശ്യമില്ല. നിങ്ങൾ മദർ തെരേസയുടെ ഒരു മറുപടി കേട്ടാണ്, ഹൗ മച്ച് യു ലവ് മീ. മദർ തെരേസ നമ്മളുടെ ക്രിസ്തു എത്തുവാൻ നിന്നെ സ്നേഹിച്ചു. അതിന് വ്യാഖ്യാനമില്ല, മറുപടിയില്ല. ഇതാ കുരിശിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ കുരിശാണ്, അതായത് നിനക്ക് വേണ്ടി ലാസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് അതുപോലെ ചിന്തിച്ച് മരിക്കുന്ന ഒരവസ്ഥ. ഞാൻ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി, വ്യക്തിക്ക് വേണ്ടിയിട്ട്, ആ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്താൻ തക്കവണ്ണമുള്ള കമ്മിറ്റ്മെൻറ്റ്. അതാണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ. ദിസ് ഈസ് ദ ഡിഫറൻസ് ദാറ്റ് ഐ മേക്ക് ആസ് എ ക്രിസ്ത്യൻ. കരുതൽ. ഈ കരുതലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. യാക്കോസ്ലിയ വീണ്ടും ഇന്ന് യാക്കോസ്ലിയ കൂടുതലും വരുന്നത്. യാക്കോസ്ലിയയുടെ ലേഖനത്തിൽ 1:27 അത് നന്നായിട്ട് കരുതി വെക്കേണ്ടതാണ്. നിങ്ങൾ വയോജനത്തെ വയോചാരല്ലേ ഒരു നല്ലൊരു പദ്ധതി ഞാൻ വായിച്ചായിരുന്നു. കാരണം ആരുമില്ലാതെ, ആർക്കും മനസ്സിലാകാതെ, പിന്നെ ഒന്നിനും കൊള്ളാത്ത, ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ എത്തുന്ന അവസ്ഥയാണത്. 4 ക്വാളിഫിക്കേഷൻ ആ സമയത്തുള്ളൂ. ആരുമില്ല, ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളില്ല, ഇതവസ്ഥ. ആ അഡ്രസ്സ് എത്തുന്ന സമയമാണ് ഈ പറഞ്ഞ വാർദ്ധക്യം. ആ വാർദ്ധക്യത്തിൽ എത്തുന്നവരുടെ അവരെക്കുറിച്ചുള്ള ഒരു സമീപനമാണ് കർത്താവ് ഈ ലേഖനം 1:27. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ഞെരുക്കമില്ലാത്ത അനാഥരെയും വിധവകളെ നിങ്ങൾ സഹായിക്കാൻ പോകണ്ട. നമ്മൾ സഹായിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നില്ല. ഞെരുക്കമില്ലാത്ത ഒരുപാട് അനാഥരുടെ വിധവകളുണ്ട്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിൻ്റെ കളങ്കം മേൽക്കാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. ഇത് വീണ്ടും തിരിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞാൻ പിന്നെ മർക്കോസ് ലീഗയുടെ സുവിശേഷത്തിൽ പറഞ്ഞു 24 തിരിച്ചു പറഞ്ഞ മാതിരി ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നിന്നെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ട് നീ ആ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങൾ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിൻ്റെ കളങ്കത്തോടുകൂടി നീ അനാഥരെയും വിധവകളെയും ശുശ്രൂഷിച്ചാൽ അത് അവരുടെ ഞെരുക്കത്തിലായിരിക്കില്ല ശുശ്രൂഷിക്കുന്നത്, അത് അവരുടെ ഞെരുക്കത്തിന് കാരണമാവുള്ളൂ. 1. രണ്ടാമത്തെ, നീ ലോകത്തിൻ്റെ കളങ്കത്തിൽ നിന്ന് മാറാതെ നിനക്ക് അവരെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ പറ്റില്ല, നിന്നെ വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ പറ്റില്ല, സേവനം ചെയ്യും ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സേവിക്കാനല്ല, ആണോ? അല്ല, സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞത്. കാരണം എന്താ? സേവനത്തിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്, ഒരു വേദനയുണ്ട്. സ്നേഹത്തിനോ ഒന്നുമില്ല, കംപ്ലീറ്റ് ആണ്, വിട്ടുകൊടുക്കലാണ്, കംപ്ലീറ്റ് ടു ദ ലാസ്റ്റ്, ടു ദ ചലഞ്ച് ഓഫ് ഡെത്ത് ആൻഡ് ടു ദ പോയിന്റ് ഓഫ് ഡെത്ത്. നല്ലൊരു പോയിന്റാണല്ലോ, അത് പറഞ്ഞേക്കാം. ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് ആൻഡ് ടു ദ ചലഞ്ച് ഓഫ് ഡെത്ത്. അവസാന നിമിഷം വരെ, അവസാന തുള്ളി രക്തം വരെ. ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് ആൻഡ് ടു ദ ചലഞ്ച് ഓഫ് ഡെത്ത്. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് നല്ല ഭർത്താവും ഒരു ഭർത്താവും നല്ല ഭാര്യ. കാരണം ഈ ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഒരുപാട് മനസ്സിലാക്കലും ഒരുപാട് തിരുത്തലും ആവശ്യമുള്ളത്. അവിടെ ആ കുടുംബ ബന്ധത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും വിശുദ്ധിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുടുംബം ഭദ്രമായിരിക്കും, മക്കൾ നന്നാവും. ഒരു കുടുംബം ഭദ്രമാവും, മക്കൾ നന്നാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹം നന്നാവും. ആ സമൂഹം നന്നാവാത്തതിൻ്റെ പ്രശ്നം ഒരു ദാമ്പത്യ ബന്ധത്തിലും
ഇന്ന് ഇപ്രകാരം സ്വസ്ഥതയും സന്തോഷവും അതൊരു വിധിയാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഒരുപാട് ദാമ്പത്യ ബന്ധങ്ങളിൽ ഇന്ന് ഈ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ദ പോയിന്റ് ഓഫ് ഡെത്ത് ആൻഡ് ദ ചലഞ്ച് ഓഫ് ഡെത്ത് സ്നേഹിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയില്ല. ഒരു കടപ്പാടിൻ്റെ പേരിൽ സ്നേഹിക്കുന്നതാണ്. ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. കടപ്പാടില്ല. ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട്, ദൈവത്തെ ദൈവമായി അംഗീകരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഭാര്യയും ഭർത്താവിനെയും കണ്ടുകൊണ്ട്, ദൈവത്തെ പ്രതിയും ദൈവത്തിന് വേണ്ടിയും ദൈവമായി കണ്ടുകൊണ്ടും സ്നേഹിക്കുന്ന ശുശ്രൂഷ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒന്നും പിടിച്ചു വയ്ക്കാനുണ്ടാവില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇപ്രകാരം ഒരു അഖില മലങ്കര പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എന്താണ് കരുതലെന്നും, എന്താണ് നമുക്ക് സ്നേഹമെന്നും, എന്താണ് വിശ്വാസമെന്നും, എന്താണ് പ്രാർത്ഥന എന്നും, എവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാവേണ്ടത് എന്നൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനായിട്ട് ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ നടത്താനായിട്ട് ദൈവം തന്ന അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റെന്നാലും ഞാൻ നിന്ന് പ്രാർത്ഥിച്ച് സമാപിച്ചിട്ട് തിരുമേനി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു മിനിറ്റ് നമുക്കൊന്ന് എഴുന്നേറ്റെന്നാലും പ്രാർത്ഥന പാട്ടിന് മുമ്പായിട്ട് ഞാൻ ഇത് കഴിഞ്ഞ് ഓടിപ്പോകും. എനിക്കൊരു ട്രെയിൻ വിളിച്ച് കൊല്ലത്തിൽ പോകുന്നതുകൊണ്ടാണ്. ഒരു പ്രാർത്ഥന, കൊച്ചു പ്രാർത്ഥന. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഓടുന്ന ഓട്ടത്തിനും ഏർപ്പെടുന്ന ശുശ്രൂഷകൾക്കും ദൈവസന്നിധിയിൽ സ്വീകാര്യം ഉണ്ടാകാനും, ദൈവത്തിൽ നിരക്കുന്നത് എല്ലാം ചെയ്യാനും, ദൈവത്തിൽ നിരക്കാത്തത് ഒന്നും ചെയ്യാതിരിക്കാനും, അതിന് തക്കമുള്ള ആയുസ്സും ആരോഗ്യവും ജ്ഞാനം കൃപയും വിശുദ്ധിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകാനും വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഒന്നാമത്തെ എൻ്റെ യാതന. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിന് ഞങ്ങൾക്ക് ഒരു അളവ് വയ്ക്കാനും സാധ്യമല്ല ഇന്ന് ഞങ്ങളോട് പറഞ്ഞു. അളവുകളില്ലാതെയും അതിരുകൾ വയ്ക്കാതെയും അങ്ങ് ഞങ്ങളെ ഉപാധികളില്ലാതെ സ്നേഹിച്ചു. എന്നാൽ ദൈവമേ, ഞങ്ങൾ നിന്നെ പ്രതി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നത് അളവുകൾ വെച്ചിട്ടും അതിരുകൾ വെച്ചിട്ടും ഉപാധികളോട് കൂടി ഞാൻ തിരിച്ചറിയുന്നു. നല്ല ദൈവമേ, ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ ഉപാധികളില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് ആൻഡ് ടു ദ ചലഞ്ച് ഓഫ് ഡെത്ത് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു യഥാർത്ഥ സ്നേഹം ഞങ്ങളിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിതം കൊണ്ട് ഏറ്റുപറയാത്തൊരു വിശ്വാസം മക്കളിലേക്ക് പകരാൻ കഴിയില്ല എന്ന് മാതാപിതാക്കളായ ഞങ്ങളോട് പറഞ്ഞതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോഴാണ് മക്കളുടെ ജീവിതത്തിൻ്റെ പാളം തെറ്റുന്നത് അല്ലെങ്കിൽ തെറ്റിയതെന്ന് തിരിച്ചറിവിൽ നന്ദി പറയുന്നു. ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും എന്നുള്ളത് ഒരുമിച്ച് പോകേണ്ടതാണെന്നും, വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഇല്ലാതെ ഭക്തി മാത്രമായിട്ട് നടത്തുമ്പോൾ ഞങ്ങളൊരു കപട ക്രിസ്ത്യാനിയായിട്ട് ആണെന്നും, ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വിശ്വാസ ജീവിതമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തിരുത്തലുകൾ നടത്തിയിട്ട് എഴുന്നേറ്റ് നിൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ പഴയ ജീവിത ചെയ്തികളിൽ നിന്നും മാറി അവയെ ഉപേക്ഷിച്ച് പൂർണ്ണമായി ഉപേക്ഷിച്ച് നമ്മുടെ തിരിച്ചു വരാത്തവണ്ണം നിന്നിൽ എപ്പോഴും ആയിരിക്കണം. നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ഞങ്ങൾ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അശുദ്ധാത്മാവാണ് എപ്പോഴും യാതനാരൂപത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമാക്കി ആശ്വസിപ്പിച്ച് വിടുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഞങ്ങളിലുള്ള നിറവും അഭിഷേകവും വഴിയായിട്ട് ദൈവമേ നിന്നെ സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും എല്ലാം അറിയുന്ന നിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ വിട്ടുതരുവാനും അങ്ങനെ നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തിൻ്റെ മേലെ വരുവാനും അതിൽ പൂർണ്ണമാവാൻ തക്കവണ്ണം എന്നെ പൂർണ്ണമായും വിട്ടുതരുന്ന വിശ്വാസത്തിലേക്കും അപ്രകാരം ജീവിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിലേക്കും ഒരു കൂട്ടായ്മയിലേക്കും അത് പ്രാർത്ഥനയാക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണം. ഈ ലോകത്ത് തിന്മയോട് യുദ്ധം ചെയ്യാതെ നന്മയുടെ പാതയിലായിരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ നല്ല തമ്പരാൻ നന്ദി പറയുന്നു. നന്മയുടെ പാതയിൽ ജീവിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളിൽ ഉണ്ടാവാൻ തക്കവണ്ണം അശുദ്ധാത്മാവിനെ കുരിശിൽ നോക്കി യുദ്ധം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അകറ്റി നിർത്തി ലോകത്തിൻ്റെ കളങ്കം നിൽക്കാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങനെ ആ ജീവിതയാത്രയിൽ നിത്യതയെ അവകാശമാക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ആ യോഗ്യത നേടിയെടുക്കാനും അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. ചില തിരുത്തലുകളും